അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം സീറത്തുൻ നബവിയ്യ ഒരു വിഷയത്തിൻ്റെ തുടർച്ചയൊന്നാണ്. കഴിഞ്ഞ ഭാഗത്ത് 18ാമത്തെ ഭാഗത്ത് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് പരസ്യപ്രബോധനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. അതായത് വഹി ലഭിച്ച് 3 വർഷത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സന്ദേശവുമായിട്ട് ജനമധ്യത്തിലേക്ക്, സമൂഹ മധ്യത്തിലേക്ക് പരസ്യമായിട്ട് അത് പ്രബോധനം ചെയ്യാൻ ആരംഭിക്കുകയാണ്. ആരംഭിച്ച ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ശത്രുക്കൾ, ഖുറൈശികളായിട്ടുള്ള ആളുകൾ അതിനെ തടയാൻ വേണ്ടി നിരവധി പ്രതിരോധ മാർഗങ്ങൾ അവർ ആസൂത്രണം ചെയ്യുകയാണ്. ആദ്യമായിട്ട് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷകനായിരുന്ന അബൂ ത്വാലിബിനെ സമീപിച്ചുകൊണ്ട് അവർ കാര്യങ്ങൾ ബോധിപ്പിച്ചു. 3 തവണ അവർ അബൂ ത്വാലിബിനെ, റസൂലുള്ളാഹിനെ, അത് മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടയണമെന്ന് അവർ നിർദ്ദേശിച്ചു. പക്ഷേ ആ ഒരു സന്ദർഭത്തിലുടനീളം അബൂ ത്വാലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച് ആ ജനതയ്ക്കെതിരെ നിലകൊള്ളുന്ന ഒരു ചരിത്രം അതായിരുന്നു കഴിഞ്ഞ ഭാഗത്തുടനീളം നമ്മൾ സംസാരിച്ചത്. ആ ഒരു മാർഗം, അതായത് അബൂ ത്വാലിബിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തടയാനുള്ള ആ ഒരു മാർഗം അവിടെ പരാജയപ്പെട്ടു. പക്ഷേ ശത്രുക്കൾ അവിടെ അവസാനിപ്പിച്ചില്ല. അവർ വീണ്ടും നിരവധി പ്രതിരോധ മാർഗങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. രണ്ടാമതായിട്ട് അവർ ചെയ്ത മറ്റൊരു തന്ത്രം, റസൂലുള്ളാഹി അത് പരസ്യമായിട്ട് ആളുകൾക്കിടയിൽ നിന്ന് സംസാരിക്കുന്ന സന്ദർഭത്തിലും പരിശുദ്ധ ഖുർആൻ കഅബാലയത്തിന് സമീപത്ത് നിന്ന് പാരായണം ചെയ്യുന്ന സന്ദർഭത്തിലെല്ലാം അവർ ബഹളുണ്ടാക്കിയിട്ട് അത് തടസ്സപ്പെടുത്തും. ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി മറ്റുള്ള ആളുകളുടെ ശ്രദ്ധ തെറ്റിക്കും. അതായിരുന്നു അവരുടെ മറ്റൊരു പ്രവൃത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഉദ്ധരിക്കുന്നുണ്ട് സൂറത്ത് ഫുസ്സിലത്തിന്റെ 26ാമത്തെ വചനത്തിൽ, വഖാലല്ലദീന കഫറു ലാ തസ്മഉ ലിഹാദൽ ഖുർആനി വൽഗൗ ഫീഹി ലഅല്ലക്കും തഗ്ലിബൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ പറഞ്ഞു, അതായത് അവര് അനുയായികളോട് പറയാണ്, നിങ്ങൾ ഒരിക്കലും ആ ഖുർആനെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കരുത്. അവരുടെ ഭാഷയിൽ മുഹമ്മദ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരിക്കലും കേൾക്കാൻ പോകരുത്. നിങ്ങളത് പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ബഹളുണ്ടാക്കുക, ഉറക്കെ ഒച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കി അതിനെ തടസ്സപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ അതിജയിക്കാൻ സാധിച്ചേക്കാം. അതാണ് ശത്രുക്കൾ പറഞ്ഞത്. ഇതേ രൂപത്തിൽ ബഹളുണ്ടാക്കിയിട്ട് അവർ തടസ്സപ്പെടുത്താൻ അവർ ശ്രമിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരേക്കാൾ ഉച്ചത്തിൽ റസൂലുള്ളാഹി തന്റെ ശബ്ദം ഉയർത്താൻ തുടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തുൽ ഇസ്രാഇന്റെ 110ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തജ്ഹർ ബിസ്വലാത്തിക വലാ തുഖാഫിത് ബിഹാ വബ്തഗി ബൈന ദാലിക സബീല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഓ റസൂലേ, നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന ഉച്ചത്തിലാക്കണം. നിങ്ങൾ വലിയ ശബ്ദത്തിലൊന്നും നിങ്ങൾ പാരായണം ചെയ്യേണ്ടതില്ല. അതേപോലെ തന്നെ നിങ്ങൾ അങ്ങേയറ്റം പതുക്കെ നിങ്ങൾ പാരായണം ചെയ്യേണ്ടതില്ല. മറിച്ച് വബ്തഗി ബൈന ദാലിക സബീല, നിങ്ങളൊരു മിതമായിട്ടുള്ള സ്വരത്തിൽ, അതായത് ഒരു മീഡിയം ശബ്ദത്തിൽ നിങ്ങൾ പാരായണം ചെയ്യുക. അവർ ശബ്ദം ഉണ്ടാക്കുക, തടസ്സപ്പെടുത്തുക, അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ അതിനെ അവഗണിക്കുക. നിങ്ങളൊരു മിതമായിട്ടുള്ള സ്വരത്തിൽ നിങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, അവരുടെ നിങ്ങൾ അവഗണിച്ചേക്കുക. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിർദ്ദേശം. അപ്പൊ ശബ്ദം ഉണ്ടാക്കി തടസ്സപ്പെടുത്തുക മാത്രമല്ല, അതോടൊപ്പം തന്നെ നഊദു ബില്ലാഹ് അവർ ചെയ്ത മറ്റൊരു പ്രവൃത്തി, പരിശുദ്ധ ഖുർആൻ നൽകിയ ആളെയും അതേപോലെ തന്നെ ലഭിച്ച ആളെയും, അല്ലാഹു സുബ്ഹാനഹു വ തആലയെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവർ പരസ്യമായിട്ട് യസുബ്ബൂനഹു, അവർ ചീത്ത പറയുകയും ചെയ്യും. നഊദു ബില്ലാഹ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, പരസ്യപ്രബോധനത്തിന്റെ പ്രാരംഭ കാലഘട്ടത്തെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് കഅബാലയത്തിന് അരികെ നിന്ന് ആ കഅബാലയത്തിന് സമീപത്ത് നിന്നുകൊണ്ട് ആ പബ്ലിക്കായിട്ട് ആ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിരുന്നത്. മറ്റാരും ആ ഒരു പ്രവൃത്തി ചെയ്യാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. റസൂലുള്ളാഹിക്ക് ശേഷം പിന്നീട് ആ ഒരു പ്രവൃത്തി ചെയ്ത സ്വഹാബി നമുക്കറിയാം, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. 17ാമത്തെ ഭാഗത്ത് അദ്ദേഹത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത് ഓർക്കുന്നുണ്ടാകും. അപ്പൊ ഇസ്ലാം സ്വീകരിച്ച ഒരു അല്പ ആളുകൾക്കിടയിൽ ഒരിക്കലും ഒരു ചർച്ച വരികയാണ്. ചർച്ച എന്താന്ന് വെച്ചാൽ, ഖുറൈശികൾക്ക് മുമ്പിൽ ആ ഖുർആൻ പരസ്യമായിട്ട് പാരായണം ചെയ്ത് കേൾപ്പിക്കാൻ ആർക്കാണ് സാധിക്കുക? അതാണ് ചോദ്യം. സദസ്സിൽ നിന്നും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റുന്നോണ്ട് പറഞ്ഞു, ഞാൻ ചെയ്യാതെ. ഉടനെ തന്നെ മുസ്ലിങ്ങൾ പറഞ്ഞു, ഏയ് വേണ്ട, നിങ്ങൾ ചെയ്യേണ്ടതില്ല. കാരണം നിങ്ങൾ വലിയൊരു കുടുംബത്തിൽപ്പെട്ട ആളല്ല, നിങ്ങൾ ഖുറൈശിയല്ല. ഞാൻ നേരത്തെ കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും, അവിടെ എല്ലാം ഗോത്രമായിരുന്നു, കുടുംബവും തറവാടായിരുന്നു എല്ലാം. അത് വെച്ചിട്ടാണ് ഒരാൾ അളക്കുക. അപ്പൊ നിങ്ങൾ വലിയ കുടുംബത്തിൽപ്പെട്ടവനല്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖുറൈശിയല്ല, അദ്ദേഹം മക്കക്കാരന് പോലെയല്ല, അദ്ദേഹം കേവലം ഒരു അടിമ മാത്രമാണ്.
അപ്പൊ നിങ്ങൾ ആ ഒരു പ്രവൃത്തി ചെയ്താൽ അവർ നിങ്ങൾ ആക്രമിക്കുമെന്ന് ഞങ്ങൾ ഭയപ്പെടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ആക്രമണത്തെ തടയാൻ പ്രാപ്തിയുള്ള കുടുംബപരമുള്ള ഏതെങ്കിലും ഒരാളാണ് ഇത് ചെയ്യേണ്ടത്. ആ സന്ദർഭത്തിലും അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ തന്നെ അത് ചെയ്യും, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് വന്നാലും വേണ്ടില്ല, ഞാൻ തന്നെ ചെയ്യും, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ സംരക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഇറങ്ങി പുറപ്പെടുകയാണ്. പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഖുറൈശി പ്രമാണിമാരെല്ലാം ആ കഅബാലയത്തിന് സമീപത്ത് ഇരിക്കുന്ന സന്ദർഭത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവർക്കിടയിലൂടെ നടന്നുപോയി ആ കഅബാലയത്തിന് സമീപം ആ മഖാം ഇബ്രാഹിമിന്റെ അടുത്തെത്തി അദ്ദേഹത്തിന്റെ മനോഹരമായിട്ടുള്ള സ്വരത്തിൽ അദ്ദേഹം പരിശുദ്ധ ഖുർആനിലെ 57-ാമത്തെ അധ്യായം സൂറത്ത് റഹ്മാൻ അദ്ദേഹം ഉച്ചത്തിൽ പാരായണം ചെയ്യാൻ തുടങ്ങി. സൂറത്ത് റഹ്മാൻ നമുക്കറിയാം ഖുർആനിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സൂറത്തുകളിൽ ഒന്നുകൂടെയാണ് സൂറത്ത് റഹ്മാൻ. അത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടെ ഉറക്കെ പാരായണം ചെയ്യാൻ തുടങ്ങി. റഹ്മാൻ അല്ലമൽ ഖുർആൻ. അപ്പൊ അത് കേട്ട ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകൾ അവരുടെ സംസാരവും അവരുടെ പ്രവൃത്തികളെല്ലാം ഉപേക്ഷിച്ച് അവരത് കേൾക്കാൻ വേണ്ടി കാതുകൂർപ്പിച്ച് അവിടെ ഇരുന്നു. അവരതങ്ങനെ ആസ്വദിക്കാൻ. അപ്പോൾ കൂട്ടത്തിലെ ഒരാൾ പറഞ്ഞു, എത്ര മനോഹരമായിട്ടുള്ള വചനങ്ങളാണ് അദ്ദേഹം പറയുന്നത്, എന്താണത്? ഉടനെ തന്നെ ശത്രുക്കൾക്കിടയിൽ നിന്നും പിറകിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു, അത് മുഹമ്മദ് കൊണ്ടുവന്ന വചനങ്ങളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് അയാൾ ഓതുന്നത്. അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ശത്രുക്കൾ മുഴുവൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മേലേക്ക് ചാടി വീണാണ്. അവർ അദ്ദേഹത്തിന്റെ മേലേക്ക് ചാടി വീണ് അദ്ദേഹത്തെ ആക്രമിക്കാൻ തുടങ്ങി, അദ്ദേഹത്തെ പൊതിരെ അവർ തല്ലാൻ തുടങ്ങി. ആ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങുന്ന സന്ദർഭത്തിലും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പാരായണം നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നല്ല, മുഖത്തു നിന്നും ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗത്തു നിന്നെല്ലാം രക്തം ധാരയായിട്ട് ഒലിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിലും അദ്ദേഹം പാരായണം ചെയ്തുകൊണ്ടേയിരുന്നു. അവസാനം അദ്ദേഹത്തിന് പാരായണം ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിൽ അദ്ദേഹം നിലത്തേക്ക് വീഴാൻ. പിന്നീട് ശത്രുക്കള് അവർ പിരിഞ്ഞു പോയതിനു ശേഷം മുസ്ലിങ്ങൾ അദ്ദേഹത്തെ എടുത്തു വന്നു കൊണ്ടുപോയി അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ വേണ്ടി അവർ എടുത്തു കൊണ്ടുപോവാൻ. അദ്ദേഹം ആ മുസ്ലിങ്ങൾ അദ്ദേഹത്തോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, വല്ലാഹി ലഖദ് ഖശീന അലൈക മിൻ ഹാദാ, താങ്കൾക്ക് ഇത് സംഭവിക്കുമെന്ന് ഞങ്ങൾ നേരത്തെ ഭയപ്പെട്ടിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ താങ്കളെ വിലക്കിയത്. ആ സന്ദർഭത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, ലാ അലൈക്കും വല്ലാഹി ഇന്നി അഖ്ശാഹും അബദ. സുബ്ഹാനല്ലാഹ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, വല്ലാഹി അല്ലാഹുവാണ്, എനിക്കൊരു ഭയവുമില്ല. ഇന്ന് ഞാൻ ചെയ്ത ഒരു പ്രവൃത്തി നാളെയും ഇതേ രൂപത്തിൽ അവർക്ക് മുമ്പിൽ എഴുന്നേറ്റുന്നുകൊണ്ട് നിർവഹിക്കാൻ ഞാൻ സന്നദ്ധനാണ്. നാളെയും ഇതേ രൂപത്തിൽ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. കാരണം ഞാനത് പാരായണം ചെയ്ത സന്ദർഭത്തിൽ, ആ പരിശുദ്ധ ഖുർആൻ ഞാൻ പാരായണം ചെയ്ത സന്ദർഭത്തിൽ അവരുടെ മുഖത്ത് കണ്ട ആ പ്രയാസം, അവരനുഭവിച്ച അസ്വസ്ഥത ഞാൻ ഇന്ന് അനുഭവിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങായിരുന്നു. അത്രയേറെ അസ്വസ്ഥായിരുന്നു ഞാൻ ആ ഖുർആനെ അവരെന്നെ ആക്രമിക്കുന്ന സന്ദർഭത്തിലും പാരായണം ചെയ്ത സന്ദർഭത്തിൽ. അതുകൊണ്ട് ഞാൻ ഇനിയും നാളെയും ഈ പ്രവൃത്തി ചെയ്യുന്ന അദ്ദേഹം പറയാണ്. ആ സന്ദർഭത്തിൽ അവർ പറഞ്ഞ്, വേണ്ട, നിങ്ങൾ ഉദ്ദേശിച്ച് ചെയ്തിട്ടുണ്ട്, അവർക്കുള്ളത് താങ്കൾ നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി നിങ്ങൾ ആവർത്തിക്കേണ്ടതില്ലെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ തടയാൻ. നമ്മൾ ചിന്തിച്ചു നോക്കും, നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഇന്ന് ആ കഅബാലയത്തിന്റെ സമീപത്തേക്ക് നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ 24 മണിക്കൂറും അവിടെ ഖുർആൻ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തിൽ റസൂലുള്ളാഹി അവിടെ പാരായണം ചെയ്യാൻ ശ്രമിച്ചത്, റസൂലുള്ളാഹി പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ ശബ്ദം ഉണ്ടാക്കിയിട്ട് അവർ ആ ഖുർആന്റെ ശബ്ദത്തെ അടിച്ചൊതുക്കാൻ അവർ ശ്രമിച്ചു. അതേപോലെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ ശാരീരികമായിട്ടുള്ള ആക്രമണങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ആ പരിശുദ്ധ ഖുർആന്റെ ശബ്ദത്തെ അവർ ഊതിക്കെടുത്താൻ ശ്രമിച്ചു. പക്ഷേ 14 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്തു നിന്നുകൊണ്ട് ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ അവരുടെ ശബ്ദങ്ങളെയെല്ലാം അടിച്ചൊതുക്കിക്കൊണ്ട് പരിശുദ്ധ ഖുർആന്റെ ശബ്ദം എല്ലാം അതിജയിച്ച് ലോകത്തുടനീളം വ്യാപിച്ചതായിട്ട് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വാഗ്ദാനം, യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, അള്ളാഹിന്റെ പ്രകാശം അവര് വായ കൊണ്ട് ഊതിക്കെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അള്ളാഹിന്റെ പ്രകാശം, അത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രകാശം എന്നുള്ളത് ഒന്ന് ഖുർആനാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അവരെത്ര തന്നെ ശ്രമിച്ചാലും ലിയുദ്ഹിറഹു അല ദീനിഹി വലൗ കരിഹൽ കാഫിറൂൻ, എല്ലാത്തിനെയും അതിജയിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം നൽകി. അതിജയിച്ച ചരിത്രമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇന്ന് സമകാലിക ലോകത്തും ആ പരിശുദ്ധ ഖുർആന്റെ ശബ്ദം ഊതിക്കെടുത്താൻ വേണ്ടി പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്കും അതേ അനുഭവമായിരിക്കും നാളെയും ഉണ്ടാകുക എന്നുള്ള നമ്മൾക്ക് ചരിത്രം നൽകുന്ന പാഠം. പരിശുദ്ധ ഖുർആൻ പരസ്യമായിട്ട് പാരായണം ചെയ്യാൻ വേണ്ടി അവർ സമ്മതിച്ചില്ല. അവർ ബഹളുണ്ടാക്കിയിട്ട് അതിനെ തടസ്സപ്പെടുത്തി. പക്ഷേ ചില ഖുറൈശികൾ, ശത്രുക്കളിൽപ്പെട്ട മക്കയിലുള്ള ചില ആളുകളെല്ലാം ചെറിയ തോതിൽ അവിടെ ഇവിടെയായിട്ടെല്ലാം പരിശുദ്ധ ഖുർആൻ അവർ കേൾക്കുന്നുണ്ട്. കേട്ടവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയത്തെ വല്ലാതെ ഖുർആൻ സ്വാധീനിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, മനുഷ്യ ഹൃദയത്തെ
മനുഷ്യ ഹൃദയത്തെ ആകർഷിക്കാനുള്ള ഒരു കാന്തിക ശക്തി പരിശുദ്ധ ഖുർആനുണ്ട്. കാരണം ആ ഹൃദയത്തെ തൃട്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് ആ പരിശുദ്ധ ഖുർആന്റെ വരികളെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അത്രയേറെ പരിശുദ്ധ ഖുർആൻ ആകർഷകമാണ്, അത്രയേറെ ആകർഷണീയമായിട്ടുള്ള ഗ്രന്ഥാണ്. അത്രത്തോളം ആ ശത്രുക്കളെ പോലും യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ അങ്ങേയറ്റം സ്വാധീനിച്ചിരുന്നു എന്നുള്ളതാണ്. ശത്രുക്കളുടെ ആ കാപഢ്യം എത്രത്തോളം എന്ന് വെച്ചാൽ പരസ്യമായിട്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യരുതെന്നും അല്ലെങ്കിൽ പരസ്യമായിട്ട് പാരായണം ചെയ്ത ആളുകൾ ആക്രമിക്കാനെല്ലാം നേതൃത്വം നൽകി അവരുടെ നേതാക്കൾ പോലും രഹസ്യമായിട്ട് ആ ഖുർആൻ കേൾക്കാൻ വേണ്ടി അവരുടെ ഹൃദയം ദാഹിച്ചു എന്നുള്ളതാണ്. അത്രത്തോളം ആ ഖുർആൻ രഹസ്യമായിട്ട് കേൾക്കാൻ അവർ ഇഷ്ടപ്പെട്ടു എന്നുള്ള മനോഹരമായിട്ടുള്ള സംഭവം ഇബ്നു ഇസ്ഹാഖിന്റെ സീറയിലും അതേപോലെ തന്നെ ഇമാം തുബ്രാനി എല്ലാം ഉദ്ധരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ചരിത്രം പല ആളുകളും കേട്ടിട്ടുണ്ടാകും. ഖുറൈശികളുടെ തലമുതിർന്ന നേതാക്കളായിരുന്ന അബൂജഹൽ, അതേപോലെ തന്നെ അബൂ സുഫിയാൻ, അഖ്നസ് ബിൻ ശുറൈഖ്, ഈ 3 ആളുകൾ അവരെന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അവർ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ റസൂലുള്ളാഹി തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കും. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി ഒരു അല്പ ഉച്ചത്തിലായിരുന്നു പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിരുന്നത്. കൃത്യമായിട്ട് പുറത്തുള്ള ആളുകൾക്ക് കേൾക്കാൻ കഴിയുന്ന വിധം. കാരണം ഇന്നത്തെ പോലെയല്ല വാഹനങ്ങളോ മറ്റൊന്നും ഇല്ലാത്ത സമ്പൂർണ്ണമായിട്ടുള്ള നിശബ്ദതയാണ്. ആ നിശബ്ദതയിൽ ആ കൂരിരുട്ടിൽ റസൂലുള്ളാഹിന്റെ വീട്ടിന്റെ സമീപത്ത് അവർ പാത്തും പതുങ്ങിയും വന്ന് ഏതെങ്കിലും കുറ്റിക്കാട്ടിലോ മറ്റോ ഇരുന്ന് റസൂലുള്ളാഹിന്റെ ആ പാരായണം അവർ കേൾക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ള. അതായത് വീട്ടിന്റെ വ്യത്യസ്ത 3 ആംഗിളിൽ 3 ആളുകൾ പോയിരിക്കുകയാണ്. പരസ്പരം അവർ കാണുന്നില്ല, പരസ്പരം അറിയുന്നില്ല. ചിന്തിച്ചു നോക്ക് നമ്മൾ. അതായത് അർദ്ധരാത്രി 3-4 മണിക്ക് തന്റെ വിരിപ്പിൽ നിന്നും ഉണർന്ന് ആ തണുപ്പിൽ അത്രയും ദൂരം പിന്നിട്ട് ആ റസൂലുള്ളാഹിന്റെ വീട് വരെ വന്ന് അവിടെ ഇരുന്ന് കേൾക്കുമാറ് അത്രത്തോളം ആ ഖുർആൻ അവരെ ആകർഷിച്ചിരുന്നു. ശത്രുക്കളായിട്ടുള്ള ആളുകൾ ചിന്തിച്ചു നോക്ക് നിങ്ങൾ. അതും റസൂലുള്ളാഹിന്റെ അതിമനോഹരമായിട്ടുള്ള ആ സ്വരത്തിലൂടെ. പരിശുദ്ധ ഖുർആൻ അത്രയേറെ ആകർഷണീയാണ്. അത് റസൂലുള്ളാഹിന്റെ സ്വരത്തിലൂടെ, അതായത് റസൂലുള്ളാഹിന്റെ ശബ്ദത്തിൽ കൂടെ ആവുകയും ചെയ്താൽ പിന്നീട് ഞാൻ പറയേണ്ടതില്ല. നമ്മളിപ്പോൾ നിരവധി ഖാരികൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പോൾ മഷാരിയെ പോലെയുള്ള, അല്ലെങ്കിൽ അബ്ദുൽ ബാസിത്ത് അബ്ദുൽ സമദ് റഹിമുള്ള അദ്ദേഹത്തെ പോലെയുള്ള, അബ്ദുൽ വാലി അർക്കാനിയെ പോലെയുള്ള നിരവധി മനോഹരമായിട്ടുള്ള സ്വരത്തിന്റെ ഉടമകളുടെ തിലാവത്ത് നമ്മൾ ആസ്വദിക്കാറുണ്ട്. പക്ഷേ റസൂലുള്ളാഹിന്റെ ആ ഖിറാഅത്ത് എത്ര മനോഹരായിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞൊരു ഹദീസ് ആവർത്തിക്കാണ്. സ്വഹാബികൾ പറയുന്ന ഹദീസ്, ഞങ്ങൾക്കിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മാധുര്യമുള്ള ഒരു ശബ്ദം ഞങ്ങൾ ശ്രവിച്ചിരുന്നില്ല. അത്രയും മനോഹരമായിട്ടുള്ള ആ റസൂലുള്ളാഹിന്റെ സ്വരത്തിൽ ആ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ ഭംഗി എത്രയായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റസൂലുള്ളാഹിന്റെ ആ തിലാവത്ത് കേട്ട് ആസ്വദിക്കാനുള്ള ഒരു സൗഭാഗ്യം സ്വർഗ്ഗലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. അപ്പൊ ഇതേ രൂപത്തിൽ അവര് റസൂലുള്ളാഹിന്റെ ആ വീട്ടിന്റെ സമീപത്ത് വന്നുകൊണ്ട് ആ ഖുർആൻ കേൾക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഫജറിന് തൊട്ടു മുമ്പായിട്ട് നമസ്കാരം അവസാനിപ്പിച്ചു. അപ്പൊ ഉടനെ തന്നെ അവർ ധൃതിപ്പെട്ട് വീട്ടിലേക്ക് തിരിച്ചു നടക്കുകയാണ്. പിരിഞ്ഞു പോകുന്ന ആ വഴിയിൽ അവർ പരസ്പരം കണ്ടുമുട്ടിയ ഉടനെ അവർ പരസ്പരം ചോദിച്ചു, എന്താണ് ഈ സമയത്ത് ഇവിടെ? 3 ആളുകളും 3 കളവ് പറയാണ്. പക്ഷേ രസകരമായിട്ടുള്ള കാര്യം, 3 ആളുകൾക്കും അറിയാം അവരെന്തിനാണ് വന്നതെന്ന്. പക്ഷെ അവർ അഭിമാനബോധം അത് അംഗീകരിക്കാൻ അവര് സമ്മതിക്കുന്നില്ല. കളവ് പറഞ്ഞ് അവർ പിരിഞ്ഞു. പക്ഷേ പിറ്റേ ദിവസവും അതേ സമയമായ സന്ദർഭത്തിൽ ഖുർആൻ കേൾക്കാൻ അവരുടെ കാതുകൾ കൊതിക്കുകയാണ്, ഹൃദയം കൊതിക്കുകയാണ്. അവർ വീണ്ടും ഉറങ്ങാൻ കഴിയാതെ അവരുടെ കിടപ്പറയിൽ നിന്നും എഴുന്നേറ്റുന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ വീട് ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഓരോ ആളുകളും രണ്ടാമത്തെ ദിവസം അവർ ചിന്തിക്കുക, ഓരോ ആളുകളും ചിന്തിക്കുകയാണ്, ഇന്ന് ഞാൻ മാത്രമേ ഉണ്ടാവൂ എന്ന് ചിന്തിച്ചിട്ടാണ് ഓരോ ആളുകളും നടന്നു വരുന്നത്. അതേ രൂപത്തിൽ അവിടെ ഇരുന്ന് റസൂലുള്ളാഹിന്റെ പാരായണം കേട്ട് തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ വീണ്ടും വഴിയിൽ വെച്ച് 3 ആളുകൾ കണ്ടുമുട്ടുകയാണ്. രണ്ടാമത്തെ ദിവസവും 3-ാമത്തെ ദിവസവും ഇത് സംഭവിച്ച സന്ദർഭത്തിൽ അവർ പറഞ്ഞു, ഇനി ഏതായാലും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അവർ പരസ്പരം പറഞ്ഞു, ഇത് ശരിയല്ല, നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. കാരണം മുഹമ്മദിന്റെ വാക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഭാഷയിൽ അത് കേൾക്കരുതെന്ന് നമ്മൾ ജനങ്ങളോട് പറയുന്നുണ്ട്. നമ്മൾ ജനങ്ങളെ ഉപദേശിക്കുന്ന ആളുകളാണ്. അതേപോലെ തന്നെ അത് പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ ശബ്ദം ഉണ്ടാക്കാനെല്ലാം നേതൃത്വം നൽകുന്ന നമ്മൾ തന്നെ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് ഇവിടെ വെച്ചത് അവസാനിപ്പിക്കണം. ആളുകൾ അറിഞ്ഞാൽ അപകടമാണ്. ആളുകൾ ഇതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആളുകളെല്ലാം മുഹമ്മദിന്റെ കൂടെ കൂടും സല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് നമ്മളെ പിന്തള്ളും. അതുകൊണ്ട് ഇനി മേലിൽ ഇത് ആവർത്തിക്കരുതെന്നുള്ളൊരു ശപഥം ചെയ്തുകൊണ്ടാണ് 3-ാമത്തെ ദിവസം അവർ പിരിയുന്നത്. ചിന്തിച്ചു നോക്ക് നിങ്ങൾ. അത്രയേറെ ശത്രുക്കളുടെ ഹൃദയങ്ങളെ പോലും പരിശുദ്ധ ഖുർആൻ ആകർഷിച്ചിരുന്നു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം ഇമാം തുബ്രാനി അദ്ദേഹം ഉദ്ധരിക്കുകയാണ്, ആ സംഭവം കഴിഞ്ഞ ഒരു അല്പ ദിവസങ്ങൾക്ക് ശേഷം ആ 3-ൽ അഖ്നസ് ബിൻ ശുറൈഖ് അദ്ദേഹം അബൂ സുഫിയാന്റെ വീട്ടിലേക്ക് വരാൻ.
അബൂ സുഫിയാന്റെ വീട്ടിൽ. അബൂ സുഫിയാൻ പിൻകാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്, അവസാന കാലഘട്ടത്തിൽ. ബനു ഉമയ്യ നമുക്കറിയാം. അബൂ സുഫിയാന്റെ വീട്ടിലേക്ക് അഖ്നസ് ബിൻ ശുറൈഖ് വന്നിട്ട് ചോദിച്ചു, നമ്മൾ അന്ന് രാത്രി കട്ടുകേട്ട മുഹമ്മദിൽ നിന്നും കേട്ട സല്ലല്ലാഹു അലൈഹി വസല്ലം വചനങ്ങളെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, എന്തു പറയുന്നു അതിനെക്കുറിച്ച്? ആ സന്ദർഭത്തിൽ അബൂ സുഫിയാൻ അദ്ദേഹം സമർത്ഥനാണ്, അദ്ദേഹം നല്ലൊരു രാഷ്ട്രീയക്കാരനും കൂടെയാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് പറയാം, ആദ്യം നിങ്ങൾ പറയാം, അതിനുശേഷം ഞാൻ പറയാം. ഉടനെ തന്നെ അഖ്നസ് ബിൻ ശുറൈഖ് അദ്ദേഹം പറഞ്ഞു, വല്ലാഹി അത് ഹക്കാണ്, അത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അത്രയേറെ ആ ഖുർആന്റെ വചനങ്ങൾ അത്രയേറെ ശക്തമാണ്, അത് മുഹമ്മദ് പറയുന്നത് സത്യമാണ്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പറയാണ്. എന്നാൽ അദ്ദേഹം അബൂ സുഫിയാനോട് അഭിപ്രായം ചോദിച്ച സന്ദർഭത്തിൽ അബൂ സുഫിയാൻ പറഞ്ഞു, കുറേയൊക്കെ സത്യമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിൽ സത്യമുണ്ട്, പക്ഷേ ചില കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ആ രൂപത്തിൽ, അതായത് ഒരു പിടികൊടുക്കാത്ത രൂപത്തിലുള്ള ഒരു ഉത്തരം പറഞ്ഞുകൊണ്ടാണ് അബൂ സുഫിയാൻ അവിടെ പിന്മാറുന്നത്. അദ്ദേഹത്തിന്റെ ആ തനി നിറം പുറത്തു വരുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ ആ ഒരു മറുപടി നമുക്ക് ദർശിക്കാൻ സാധിക്കുക. ചില കാര്യങ്ങളൊക്കെ സത്യമുണ്ട്, പക്ഷേ ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടില്ല. ആ രൂപത്തിൽ അബൂ സുഫിയാൻ പറഞ്ഞൊഴിയുകയാണ്. വീണ്ടും അഖ്നസ് ബിൻ ശുറൈഖ് അദ്ദേഹം മൂന്നാമതായിട്ട് അബൂജഹലിന്റെ അടുത്തേക്ക് പോവാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, അബൂജഹലിന്റെ അടുത്തേക്ക്. അബൂജഹൽ നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിർഔൻ ആദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ ഫിർഔൻ എന്നെല്ലാം വിശേഷിപ്പിക്കപ്പെട്ട അബൂജഹലിന്റെ അടുത്തേക്ക് പോയിട്ട്, അബൂജഹൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിനുള്ള പേര് അംറു ബിൻ ഹിഷാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള പേര്. ഞാൻ പിന്നീട് അതിനെ സംബന്ധിച്ച് വിശദീകരിക്കും. അബൂജഹലിന്റെ അടുത്തേക്ക് പോയിട്ട് അഖ്നസ് ചോദിച്ചു, എന്താണ് നിങ്ങൾ പറയുന്നത്, അന്ന് രാത്രി കേട്ട മുഹമ്മദിന്റെ വചനങ്ങളെ സംബന്ധിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് നിങ്ങൾ പറയുന്നത്? അബൂജഹൽ അദ്ദേഹത്തിന്റെ മനസ്സ് തുറക്കാണ്. അബൂജഹൽ സത്യസന്ധമായിട്ട് മനസ്സ് തുറക്കാണ്. അബൂജഹൽ പറഞ്ഞു, എന്ത് പറയാനാണ്, ഞങ്ങള് ഒരുപാട് കാലമായിട്ട് ഈ ബനു ഹാശിം ഗോത്രവുമായിട്ട് ഞങ്ങൾ കിടമത്സരത്തിലാണ്. നമുക്ക് പ്രത്യേകം മനസ്സിലാക്കുക, അതായത് ഖുറൈശികൾ എന്നുള്ളത് ഞാൻ പലതവണ പറഞ്ഞു, ഖുറൈശികൾ വ്യത്യസ്ത ഗോത്രമാണ്. ആ ഗോത്രങ്ങൾക്കിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഗോത്രമാണ് ബനു ഹാശിമും ബനു മഖ്സൂമും. ഈ രണ്ട് ഗോത്രങ്ങൾ, അബൂജഹലിന്റെ ഗോത്രം ബനു മഖ്സൂം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രം ബനു ഹാശിം. എന്നിട്ട് അബൂജഹൽ പറയാണ്, ഞങ്ങൾ രണ്ട് ഗോത്രം ഒപ്പത്തിനൊപ്പമായിരുന്നു. അവര് ജനങ്ങൾക്ക് അന്നം നൽകി, ജനങ്ങൾക്ക് അവർ ഭക്ഷണം നൽകി, ഹജ്ജിന് വരുന്ന ഹജ്ജാജിമാർക്ക് അവര് അന്നം നൽകി, അതേപോലെ തന്നെ അവർ വെള്ളം നൽകി, സിഖായ, അതേ രൂപത്തിൽ അവർ വെള്ളം നൽകി. അവർ ചെയ്യുന്നതെല്ലാം ഞങ്ങൾ ചെയ്ത് അവരോടൊപ്പം ഞങ്ങൾ മത്സരിച്ചു. അവർ സഹിച്ചതുപോലെ ഞങ്ങളും ത്യാഗം സഹിച്ചു. അവർ ചെയ്യുന്നതെല്ലാം ഒപ്പത്തിനൊപ്പം ഞങ്ങൾ ചെയ്തു. അങ്ങനെ ഇരുകൂട്ടരും വിജയം വരിക്കാനായിട്ട്, അതായത് മുന്നിലെത്താൻ വേണ്ടി പരസ്പരം ഞങ്ങൾ കഠിനമായിട്ട് പാടുപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതുപോലെ എന്ന് വെച്ചാൽ, അതായത് ഒരു പന്തയത്തിൽ ഏർപ്പെട്ട കുതിരകളെ പോലെ, അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയാണ്. അതായത് കുതിരപ്പന്തയത്തിൽ ഓടുന്ന കുതിരകളെ പോലെ ഞങ്ങൾ രണ്ടാളുകളും ഒപ്പത്തിനൊപ്പം ഞങ്ങൾ പരസ്പരം ഈ രണ്ട് ഗോത്രങ്ങളും മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഫിനിഷിംഗ് ലൈനിലേക്ക് ഒപ്പത്തിൽ കുതിക്കുകയാണ്. ആ സമയത്താണ് ബനു ഹാശിം ഗോത്രത്തിൽ നിന്ന് ഒരാള് പ്രവാചകത്വം വാദിച്ചുകൊണ്ട് വരുന്നത്. അതായത് അയാൾക്ക് ഉന്നതങ്ങളിൽ നിന്നും ദിവ്യ സന്ദേശം ലഭിക്കുന്നെല്ലാം വാദിച്ചുകൊണ്ട് ഒരാള് പ്രത്യക്ഷപ്പെടാൻ. അതിനെ ഏതായാലും ഞങ്ങൾക്ക് തോൽപ്പിക്കാൻ സാധ്യമല്ല. അതെങ്ങനെയാണ് ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കുക? ഏകദേശം ഞങ്ങൾ വിജയിക്കുമെന്നുള്ളൊരവസ്ഥയിൽ രണ്ടാളും ഒപ്പത്തിനൊപ്പമായിരുന്നു. ആ സന്ദർഭത്തിലാണ് ബനു ഹാശിം ഗോത്രത്തിൽ ഒരു പ്രവാചകൻ ജനിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഞാനത് അംഗീകരിക്കില്ല, ഞാനതൊരിക്കലും വിശ്വസിക്കില്ല. കാരണം പ്രത്യേകം ശ്രദ്ധിക്കുക, വിശ്വസിക്കാതിരിക്കുന്നത് സത്യമല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ഗോത്ര മഹിമയിലുള്ള അഭിമാന ബോധം, അസബിയത്തുൽ ജാഹിലിയ, അതായിരുന്നു അദ്ദേഹത്തിന്റെ അസുഖം. മുഹമ്മദ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സത്യമാണെങ്കിലും അത് ഞാൻ സ്വീകരിക്കില്ല. കാരണം ബനു ഹാശിം ഗോത്രത്തിന്റെ മുമ്പിൽ താഴ്ന്നു കൊടുക്കാൻ ഞാൻ സന്നദ്ധനല്ല. അതായിരുന്നു അദ്ദേഹത്തിന് സത്യം സ്വീകരിക്കാനുണ്ടായിരുന്ന തടസ്സം. അതന്നെയാണ് പല ആളുകൾക്കും. അബൂ ത്വാലിബിനടക്കം അതേ പ്രശ്നമായിരുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മുടെ വിഷയത്തിലേക്ക് വരാണ്. പരിശുദ്ധ ഖുർആൻ പരസ്യമായിട്ട് ആളുകൾ കേൾക്കുന്നത് അവരെ തടഞ്ഞു. പക്ഷെ അതേ സന്ദർഭത്തിൽ ആ തടയുന്ന ആളുകൾ തന്നെ അത് രഹസ്യമായിട്ട് കേൾക്കാൻ അവർ ഇഷ്ടപ്പെടുകയും ചെയ്തു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. ഇത് സമാനാണ്. അതായത് അബൂ ജഹലിന്റെ വചനങ്ങൾ, അത് ഇന്നും സമാനായിട്ടുള്ള നിരവധി ഇസ്ലാമിക വിരോധികൾ, ഓറിയന്റലിസ്റ്റുകളിൽപ്പെട്ട ചില ആളുകൾക്കെല്ലാം കൃത്യമായിട്ട് സത്യമാണെന്ന് അവർക്കറിയാം. പക്ഷേ മറ്റുള്ള ചില കാരണങ്ങളാണ് ആ സത്യം സ്വീകരിക്കാൻ അവർക്ക് തടസ്സമാകുന്നത്. അതുകൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ സത്യത്തെ വികൃതമായിട്ട് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്.
അപ്പൊ അതായിരുന്നു അവർ രണ്ടാമത് ഉപയോഗിച്ച തന്ത്രം. പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹിന്റെ സന്ദേശങ്ങളെല്ലാം കേൾക്കുന്നതിൽ നിന്നും ആളുകൾ അവര് തടസ്സപ്പെടുത്തി. മൂന്നാമതായിട്ട് ശത്രുക്കൾ, ആളുകൾ സത്യത്തിലേക്ക് പോകുന്നതിനെ തടയാൻ വേണ്ടി അവർ പ്രതിരോധിച്ച മൂന്നാമത്തെ രീതി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെല്ലാം അവർ പരസ്യമായിട്ട് പരിഹസിക്കുക, ആളുകൾക്കിടയിലിട്ട് ആക്ഷേപിക്കുക, മറ്റുള്ള ആളുകൾക്ക് മുമ്പിൽ തരം താഴ്ത്തി ചിത്രീകരിച്ചുകൊണ്ട് അവരെ അപമാനിക്കാൻ ശ്രമിക്കുക എന്നുള്ള അതായിരുന്നു അവരുടെ മറ്റൊരു പ്രതിരോധ രീതി. നിരവധി ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. കഴിഞ്ഞ ഭാഗത്തുടനീളം അബൂലഹബിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെ സംബന്ധിച്ച് നമ്മൾ പറയുകയുണ്ട്. അബൂലഹബിന്റെ ഭാര്യ പല സന്ദർഭത്തിലും റസൂലുള്ളാഹിനെ പരസ്യമായിട്ട് അപമാനിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല വസ്ത്രം ധരിച്ചു പോകുന്ന സന്ദർഭത്തിൽ അവർ ചളിവാരി എറിഞ്ഞു. അതേപോലെ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യ് വരാൻ ഒരല്പം സമയം വൈകിയ സന്ദർഭത്തിൽ അവർക്കിടയിൽ നിന്നും ഒരു സ്ത്രീ എന്ന ഹദീസ് സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസിൽ വായിക്കാൻ സാധിക്കും. ആ സ്ത്രീ യഥാർത്ഥത്തിൽ അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീലായിരുന്നെന്ന് അതിന്റെ വ്യാഖ്യാനത്തിൽ കാണാൻ സാധിക്കും. അവരെ ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. അവർ പരസ്യമായിട്ട് പറഞ്ഞു, മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ പിശാചി കൈവടിഞ്ഞിരിക്കുന്നു. നഊദു ബില്ലാഹ്. അവർ പറഞ്ഞ വാക്കുകളാണ്. റസൂലുള്ളാഹിക്ക് വല്ലാതെ വേദനിച്ച ആ വാക്കുകൾ, അത് അവരുടെ വാക്കുകൾ, ആ സ്ത്രീയുടെ വാക്കുകൾ റസൂലുള്ളാഹിനെ അങ്ങേയറ്റം വിഷമിപ്പിച്ചു. ആ സന്ദർഭത്തിൽ ഹബീബായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആശ്വാസ വാക്കുകളായിരുന്നു പരിശുദ്ധ ഖുർആനിലെ 93-ാമത്തെ അധ്യായം സൂറത്തുൽ ദുഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരമായിട്ടുള്ള സൂറത്ത് വദ്ദുഹ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറും ലക മിനൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, നിന്റെ രക്ഷിതാവ് നിന്നെ കൈവടിഞ്ഞിട്ടില്ല, നിന്നെ വെറുത്തിട്ടില്ല, നിന്നെ കൈവടിഞ്ഞിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് ആശ്വാസ വാക്കുകളായിട്ട് ആ സൂറത്ത് നൽകുകയാണ്. സൂറത്തുൽ ദുഹ നേരത്തെ വിശദമായിട്ട് നമ്മൾ അതിന്റെ തഫ്സീർ പരാമർശിച്ചാണ്, അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഈ രൂപത്തിൽ പരസ്യമായിട്ട് അപമാനിക്കുക. മറ്റൊരു മനോഹരമായിട്ടുള്ള ഉദാഹരണം ഇബ്നു ഇസ്ഹാഖ് അദ്ദേഹത്തിന്റെ സീറയിൽ ഉദ്ധരിക്കുകയാണ്. ഒരിക്കലും മക്കയിൽ വന്നിട്ട് ഒരു കച്ചവടക്കാരൻ, ഇബ്നുൽ ഖൗസ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി, അദ്ദേഹം അബൂജഹലിന് ഒരു ഒട്ടകത്തെ വിറ്റു. അദ്ദേഹം ഒട്ടകത്തിന് വിറ്റു. പണം പിന്നീട് നൽകാമെന്നുള്ള ഒരു കണ്ടീഷനിൽ അബൂജഹൽ ആ ഒട്ടകത്തെ അദ്ദേഹത്തിൽ നിന്ന് വാങ്ങി. അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി. അബൂജഹൽ പണം നൽകുന്നില്ല. പണം അദ്ദേഹം നൽകുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. അദ്ദേഹം പലതവണ അബൂജഹലിന്റെ വീട് കയറി ഇറങ്ങി. അവസാനം ഒരിക്കൽ അദ്ദേഹം ദയനീയമായിട്ട് വന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അബൂജഹല് ദൂരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ അയാളോട് പോയിട്ട് പറയാം, ഞാൻ തരാനുള്ള പണം അയാൾ നിങ്ങൾക്ക് തരും. ഒരു പരിഹാസ രൂപത്തിൽ, അതായത് റസൂലുള്ളാഹിനെ ഇൻസൾട്ട് ചെയ്യായിരുന്നു അബൂജഹലിന്റെ ഉദ്ദേശം. അപ്പൊ ഈ നിഷ്കളങ്കനായിട്ടുള്ള മനുഷ്യൻ, അദ്ദേഹത്തിനൊന്നും അറിയില്ല. അദ്ദേഹം കരുതുന്നത് എന്താന്ന് വെച്ചാൽ അബൂജഹലിന് റസൂലുള്ളാഹി എന്തോ നൽകാനുണ്ട്, പണം നേരത്തെ നൽകാനുണ്ട്, ആ പണം ആയിരിക്കും എന്നോട് ചോദിക്കാൻ ആവശ്യപ്പെടുന്നതെന്ന് അദ്ദേഹം നിഷ്കളങ്കമായിട്ട് ചിന്തിച്ച് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോവാൻ. റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോയിട്ട് അദ്ദേഹം പണം ആവശ്യപ്പെടാൻ. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട ഉടനെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് അബൂജഹലിന്റെ വീട്ടിലേക്ക് പോവാൻ. അതായത് അദ്ദേഹത്തിന്റെ കണക്കൂട്ടൽ തെറ്റാണ്. അവിടെയുള്ള ശത്രുക്കളെല്ലാം ആ കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാൻ വേണ്ടി അവര് ഒരാളെ കൂടെ വിട്ടു എന്നുള്ള രഹസ്യമായിട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലിന്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ വാതിൽ ഉറക്കം മുട്ടി. അപ്പൊ അബൂജഹൽ ആരാണ്, നിങ്ങൾ ആരാണെന്ന് ചോദിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ മുഹമ്മദാണ്, ഇറങ്ങി വരിക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അബൂജഹൽ ഒരു കുട്ടിയെ പോലെ ഭയന്നുകൊണ്ട് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു എന്നുള്ളത് അതൊരിക്കലും അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായിട്ട് സ്വരത്തിൽ പറഞ്ഞു, ഈ പാപത്തിന് കൊടുക്കാനുള്ള പണം ഇപ്പൊ കൊടുക്കണം, റസൂലുള്ളാഹിന്റെ കൽപ്പന. ഉടനെ തന്നെ അബൂജഹൽ അദ്ദേഹത്തിന്റെ കൈ പറിച്ചുകൊണ്ട് അദ്ദേഹം വീട്ടിലേക്ക് പോയിട്ട് പണക്കിഴി കൊണ്ടുവന്ന് അദ്ദേഹം എത്രയാണെന്ന് എണ്ണി പോലും നോക്കാതെ അദ്ദേഹം അയാൾക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. എറിഞ്ഞു കൊടുക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു, ഭയന്ന് വിറക്കുന്നുണ്ടായിരുന്നു എന്നുള്ള. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചുപോയി വന്ന ആ പ്രവാചകൻ പോയ സന്ദർഭത്തിൽ ശത്രുക്കൾ ഈ വാർത്ത അറിഞ്ഞുകൊണ്ട് അവർ അബൂജഹലിനെ അവർ അങ്ങേയറ്റം പരിഹസിക്കാൻ തുടങ്ങി. നീ ഇത്ര പേടിത്തൊണ്ടനാണോ, വലിയ ധൈര്യമെല്ലാം പറഞ്ഞിരുന്നല്ലോ, പക്ഷേ മുഹമ്മദ് പറഞ്ഞ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ അത് പേടിച്ചെടുത്തു കൊടുത്തില്ല. ആ സന്ദർഭത്തിൽ അബൂജഹൽ പറയുന്ന വാക്കുകൾ, അബൂജഹൽ പറയാണ്, യഥാർത്ഥത്തിൽ നിങ്ങൾ കാണാത്തത് ഞാൻ മുഹമ്മദിന്റെ പിറകിൽ ഞാൻ കാണുന്നുണ്ടായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദിന്റെ പിറകിൽ തീയിൽ ചില രൂപങ്ങൾ അല്ലെങ്കിൽ ചില ഭീകര രൂപങ്ങൾ എന്നെ ആക്രമിക്കാൻ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു എന്നുള്ള. ഞാനത് കൊടുത്തിട്ടില്ലെങ്കിൽ എന്നെ വധിക്കുമോ എന്നുള്ള രൂപത്തിലുള്ള ചില കാഴ്ചകൾ എന്റെ കണ്ണിൽ കണ്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലാക്കിയതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ സത്യത്തിൽ അബൂജഹൽ റസൂലുള്ളാഹിനെ പരിഹസിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് ചെയ്തത്. പക്ഷേ അത് നടന്നില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനെ സംരക്ഷിച്ചു എന്നുള്ള.
മനോഹരമായിട്ടുള്ള ആയത്ത് ചേർത്തുവായി സൂറത്തുൽ ഹിജ്റിന്റെ 95-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നാ കഫൈനാക്കൽ മുസ്തഹ്സിഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, പരിഹാസക്കാരിൽ നിന്നും നിന്നെ സംരക്ഷിക്കാൻ ഞാൻ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. സുബ്ഹാനല്ലാഹ്. ഈ രൂപത്തിലുള്ള പരിഹാസങ്ങൾ അല്ലെങ്കിൽ കളിയാക്കാനുള്ള ശ്രമങ്ങൾ നിരന്തരം ശത്രുക്കൾ ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ള പരിശുദ്ധ ഖുർആനിൽ പല തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല അക്കാര്യം പറയുന്നുണ്ട്. സൂറത്തുൽ അൻആമിന്റെ 10-ാമത്തെ വചനത്തിൽ വലഖദ് ഇസ്തുസിഅ ബി റുസുലിൻ മിൻ ഖബ്ലിക വഹാഖ ബില്ലദീന സഖിറു മിൻഹും മാ കാനൂ ബിഹി യസ്തഅ്സീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നിനക്ക് മുമ്പ് വന്ന ദൂതന്മാരെ എല്ലാം അവർ പരിഹസിച്ചിട്ടുണ്ട്, അവർ കളിയാക്കിയിട്ടുണ്ട്. മുൻകാലത്ത് നിരവധി ജനതകളിലേക്ക് വന്ന പ്രവാചകന്മാരെയും സമാനമായിട്ട് അവർ പരിഹസിച്ചിട്ടുണ്ട്. അവരെന്താണോ പരിഹസിക്കുന്നത് തീർച്ചയായിട്ടും അത് തന്നെ അവർക്ക് വന്ന് ഭവിക്കും എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതേപോലെ തന്നെ സൂറത്തുൽ മുത്തഫിഫീൻ, വൈലുൽ മുത്തഫിൻ, ആ സൂറത്തിന്റെ 29-ാമത്തെ വചനത്തിലും ഇന്നല്ലദീന അജ്റമൂ കാനൂ മിനല്ലദീന ആമനൂ യദ്ഹഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, തീർച്ചയായിട്ടും കുറ്റവാളികളെ, സത്യവിശ്വാസികളെ കളിയാക്കിക്കൊണ്ട് അവർ ചിരിക്കുമായിരുന്നു, അല്ലെങ്കിൽ പരിഹസിക്കുമായിരുന്നു. ഈ രൂപത്തിൽ അവര് വിശ്വാസികൾക്ക് നേരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ, വിശ്വാസികൾക്ക് നേരെ അവർ ചൊരിഞ്ഞ പരിഹാസ വാക്കുകൾ, അവരുടെ പരിഹാസങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആന്റെ വ്യത്യസ്ത സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറയുന്നുണ്ട്. ചിന്തിച്ചു നോക്കുക. നമ്മൾ മറ്റൊരു കാര്യം സാന്ദർഭികമായിട്ട് ചിന്തിക്കേണ്ടത്, യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ വിമർശിക്കുന്ന വിരോധികൾക്ക് അവർ ഇന്നും പയറ്റുന്ന ഒരു മാർഗം അത് തന്നെയാണ്. മുസ്ലിങ്ങളെയും അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെല്ലാം പരസ്യമായിട്ട് നിന്ദിക്കുക അല്ലെങ്കിൽ പരിഹസിക്കുക. അതിനായിട്ട് വരക്കപ്പെട്ട എത്ര കാർട്ടൂണുകൾ നമ്മൾ കണ്ടു. നമ്മുടെ ചെറിയൊരു കൊച്ചു കേരളത്തിൽ പോലും അതേ രൂപത്തിൽ മുസ്ലിങ്ങളെ താറടിച്ച് കാണിക്കുന്ന രൂപത്തിലുള്ള എത്ര ചലച്ചിത്രങ്ങൾ. ഇപ്പൊ ഇസ്ലാമിനെയും ഇസ്ലാമിക സംസ്കാരത്തെയും ഇസ്ലാമിക വേഷവിധാനങ്ങളെല്ലാം തരം താഴ്ത്തി ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ പരിഹസിക്കുന്ന ഒരു തന്ത്രം, അത് യഥാർത്ഥത്തിൽ അത് പുതിയതല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധന ജീവിതത്തിന്റെ ആരംഭ കാലഘട്ടത്തിൽ അക്കാലഘട്ടത്തിൽ ശത്രുക്കൾ പയറ്റിയ അതേ തന്ത്രമാണ് ഇന്നും 14 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം ഇന്നും അതേ തന്ത്രമാണ് ശത്രുക്കൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. നാലാമതായിട്ട് ജനങ്ങളെ ആ സത്യത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി ശത്രുക്കൾ പ്രയോഗിച്ച മറ്റൊരു തന്ത്രം, അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മീതെ ഇല്ലാത്ത കളവുകൾ പടച്ചുണ്ടാക്കി സമൂഹത്തിൽ പ്രചരിപ്പിക്കുക. നേരത്തെ പരിഹാസമായിരുന്നു. ഈ ഒരു ഘട്ടത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഇല്ലാത്ത കളവുകൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മീതെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ആ വാക്കുകൾ, അതായത് പരിശുദ്ധ ഖുർആന്റെ മീതെയെല്ലാം ഇല്ലാത്ത കളവുകൾ പടച്ചുണ്ടാക്കി പ്രചരിപ്പിക്കുക. അതായിരുന്നു അവരുടെ അടുത്തൊരു തന്ത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത്, അതായത് പ്രവാചകത്വം വാദിച്ച സന്ദർഭത്തിൽ, ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ നിരവധി പരിഹാസ ചോദ്യങ്ങളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ നിഷേധിച്ചു. അവരുടെ പരിഹാസ ചോദ്യങ്ങൾ പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിക്കുന്നുണ്ട്. സൂറത്തുൽ ഇസ്രാഇന്റെ 94-ാമത്തെ വചനം, അബഅസല്ലാഹു ബശറൻ റസൂല, അവർ ചോദിച്ചതാണ്, ഒരു മനുഷ്യനെ ദൂതനായിട്ട് ഞങ്ങൾക്കിടയിലേക്ക് അയക്കുക. അവരുടെ ചോദ്യമാണ്, ഒരു മനുഷ്യനെയാണോ ഞങ്ങൾക്കിടയിലേക്ക് ദൂതനായിട്ട് അയക്കുന്നത്? വീണ്ടും അത് ഒരു അല്പം കൂടെ വിശദമായിട്ട് സൂറത്തുൽ ഫുർഖാൻ 25-ാമത്തെ അധ്യായം സൂറത്തുൽ ഫുർഖാന്റെ 7-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിക്കുകയാണ്, വഖാലു മാലി ഹാദർ റസൂൽ യഅകുലു തുആമ വയംശി ഫിൽ അസ്വാഖ്. ഇതെന്ത് ദൂതനാണ്, ഇതെന്ത് റസൂലാണ് ഞങ്ങൾക്കിടയിലേക്ക് അയച്ചിട്ടുള്ളത്? അയാൾ ഞങ്ങളെപ്പോലെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഞങ്ങളെപ്പോലെ അങ്ങാടിയിലൂടെ നടക്കുന്നുണ്ട്. അതേ രൂപത്തിലുള്ള ഒരു മനുഷ്യനെയാണോ ഞങ്ങൾക്കിടയിലേക്ക് അയച്ചത്? ലൗല ഉൻസില ഇലൈഹി മലക്കുൻ, എന്തുകൊണ്ടാണ് ഒരു മലക്കിനെ, ഒരു മാലാഖയെ ഞങ്ങൾക്കിടയിലേക്ക് അയക്കാത്തത്? അവരുടെ ഒരു ചോദ്യമാണ്. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്ത് സൂറത്തുൽ അൻആമിന്റെ 8-9 ആയത്തുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ അവരുടെ ആരോപണങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മറുപടി സൂറത്തുൽ ഇസ്രാഇന്റെ 95-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞത്, ഖുൽ ലൗ കാന ഫിൽ അർളി മലായികത്തും യംശൂന മുത്മഇന്നീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഭൂമിയിൽ ശാന്തരായിട്ട് നടന്നു പോകുന്ന മലക്കുകളായിരുന്നു ഭൂമിയിൽ ജീവിച്ചിരുന്നതെങ്കിൽ ലനസ്സൽനാ അലൈഹിം മിനസ് സമാഇ മലക്കൻ റസൂല, അങ്ങനെയായിരുന്നെങ്കിൽ ആകാശത്ത് നിന്നും ഒരു മലക്കിനെ ഞാൻ ദൂതനായിട്ട് നിയമിക്കുമായിരുന്നു. അതായത് ഭൂമിയിൽ ജീവിക്കുന്നത് മുഴുവൻ മലക്കുകളായിരുന്നെങ്കിൽ അവർക്കിടയിലേക്ക് ഒരു മലക്കിന് ദൂതനായിട്ട് ഞാൻ അയക്കുമായിരുന്നു. പക്ഷേ അങ്ങനെയല്ലല്ലോ, ഭൂമിയിൽ ജീവിക്കുന്നത് മുഴുവൻ മനുഷ്യരാണ്. അതുകൊണ്ട് ആ മനുഷ്യനെ തന്നെ ഞാൻ നിങ്ങൾക്കിടയിലേക്ക് ദൂതനായിട്ട് അയക്കുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത് റസൂലുള്ളാഹിനോട് പ്രഖ്യാപിക്കാനും പറയുന്നുണ്ട്. നമ്മൾ നിരന്തരം പാരായണം ചെയ്യാറ് സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനോട് പ്രഖ്യാപിക്കാൻ പറയുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിൽ അവർ വിശ്വസിച്ചില്ല. പ്രവാചകൻ അവർ ഇതേ രൂപത്തിലുള്ള നിരവധി പരിഹാസ ചോദ്യങ്ങളിലൂടെ അവർ കളവാക്കി. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആന്റെ ആ വശ്യത, അതിന്റെ മാസ്മരികത, അതിന്റെ ശക്തി, സൗന്ദര്യം എല്ലാം അവർക്ക് ബോധ്യപ്പെട്ടിരുന്നു. പക്ഷെ എന്നിട്ടും അത് ബോധ്യപ്പെട്ടിട്ടും അവരത് സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അത്
മറ്റുള്ള ആളുകളിലേക്ക് അത് പ്രചരിപ്പിക്കുന്നതിന് അത് തടയാൻ വേണ്ടി അവർ ഖുർആന് നേരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മീതെയും നിരവധി കളവുകൾ പടച്ചുണ്ടാക്കി അവർ സമൂഹത്തിൽ പ്രചരിപ്പിച്ചു. റസൂലുള്ളാഹിന്റെ മീതെ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ അവർ പറഞ്ഞു. സൂറത്തുൽ ഖലമിന്റെ 51-ാമത്തെ വചനത്തിൽ അവർ പറഞ്ഞൊരു വാക്ക് വയഖൂലൂന ഇന്നഹു ലമജ്നൂൻ, നഊദു ബില്ലാഹ്, അവർ പറഞ്ഞ വാക്കുകളാണ്. ഈ പറയപ്പെടുന്ന വ്യക്തി, അതായത് പരിശുദ്ധ ഖുർആൻ നിങ്ങളിലേക്ക് പ്രചരിപ്പിക്കുന്ന ഈ വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം ഇന്നഹു ലമജ്നൂൻ, അദ്ദേഹം ഭ്രാന്തനാണ്, നഊദു ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ഭ്രാന്തൻ എന്ന് വിളിച്ച സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഡിഫെൻഡ് ചെയ്യാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മറുപടി അതേ സൂറത്തുൽ ഖലമിൽ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ, അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് താങ്കൾ ഒരിക്കലും ഭ്രാന്തല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വസിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ചിന്തിച്ചോക്ക്, അതായത് ഇന്നും കാലങ്ങൾ കഴിഞ്ഞ് 14 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും ഇന്നും ഭൗതികവാദികളും ഓറിയന്റലിസ്റ്റുകളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഒന്നതാണ്. ഇതേ രൂപത്തിൽ മാനസികമായിട്ടൊരു വിഭ്രാന്തിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത്. നഊദു ബില്ലാഹ്. ആ രൂപത്തിലാണ് അവർ എഴുതിവിടുന്നതും പ്രചരിപ്പിക്കുന്നതെല്ലാം. അന്ന് അബൂജഹലും അബൂലഹബും അവർ പറഞ്ഞ ആ വാദാണ് അവരുടെ പിൻഗാമികൾ ഇക്കാലഘട്ടത്തും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് സംഭവിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചു, ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും പെർഫെക്റ്റ് റോൾ മോഡലായിട്ട് ആ രൂപത്തിലുള്ള ഒരു ജീവിതം നയിച്ച, ഭൗതികമായിട്ടുള്ള നമ്മുടെ ഇന്നത്തെ സ്റ്റാൻഡേർഡുകൾ വെച്ച് പോലും, അതായത് ഭൗതിക ലോകത്തിന്റെ മതപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചൊരു ഭൗതിക സ്റ്റാൻഡേർഡ് വെച്ചുകൊണ്ട് മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നോക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഏറ്റവും ഉന്നതനായിട്ടൊരു നേതൃത്വം ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് കാണുന്നതായിട്ട് എത്ര ചരിത്ര ഗ്രന്ഥകാരന്മാർ, അവിശ്വാസികളായിട്ടുള്ള ഗ്രന്ഥകാരന്മാർ നൽകിയ സാക്ഷ്യം എത്രയെത്ര നമുക്ക് കാണാൻ സാധിക്കും. മൈക്കിളെ ചാട്ടിനെ പോലെയുള്ള, നേരത്തെ ഞാൻ പറഞ്ഞതാണ്, അതേ രൂപത്തിലുള്ള അവിശ്വാസികൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്പർ 1 ആയിട്ട് തെരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരാള് ഭ്രാന്തൻ എന്ന് വിളിക്കുക? മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. രണ്ടാമതായിട്ട് അവർ പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞത്, റസൂലുള്ളാഹി ഷാഇറാണത്, അദ്ദേഹം കവിതയാണ്, അദ്ദേഹം കവിയാണ്, അദ്ദേഹം പറയുന്നതെല്ലാം കവിതയാണെന്ന് അവർ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു കളവ് അവരവിടെ പ്രചരിപ്പിച്ചു എന്നുള്ള. അതിനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന മറുപടി, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക, എങ്ങനെയാണ് നിങ്ങൾക്കത് പറയാൻ സാധിക്കുന്നത്? കഴിഞ്ഞ 40 വർഷക്കാലം നിങ്ങൾക്കിടയിൽ ഒരുവനായിട്ട് ജീവിച്ചൊരു വ്യക്തി എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ കവിത രചിക്കുക? സൂറത്തുൽ അങ്കബൂത്തിന്റെ 48-ാമത്തെ വചനത്തിൽ വമാ കുൻത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അദ്ദേഹം ഇതിനു മുമ്പ് വല്ല ഗ്രന്ഥവും പാരായണം ചെയ്തതായിട്ട് നിങ്ങൾക്ക് അറിവുണ്ടോ? അദ്ദേഹം നിരക്ഷരനായിരുന്നു. ആ നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ഗ്രന്ഥം അദ്ദേഹം വായിക്കുന്നതായിട്ട് നിങ്ങൾക്ക് പരിചയമുണ്ടോ? അതേപോലെ തന്നെ അദ്ദേഹം വലത് കൈകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രന്ഥം ഇക്കാലഘട്ടം വരെ രചിച്ചതായിട്ട് നിങ്ങൾക്ക് അറിവുണ്ടോ? ഒരാൾക്കും അറിവില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അദ്ദേഹം പറയുന്നത് കവിതയാണെന്നും അദ്ദേഹത്തെ കവിയെന്നും നിങ്ങൾ എങ്ങനെയാണ് വിളിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്കെതിരെ ശത്രുക്കൾ നടത്തുന്ന ഓരോ ആരോപണങ്ങളെയും ഡിഫെൻഡ് ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ ആ ദൗത്യത്തെ, അവരുടെ ആരോപണങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് റസൂലുള്ളാഹി ദൗത്യം തുടരുകയാണ്. ഡിഫെൻഡ് ചെയ്യുന്നതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരാണ്. അതേപോലെ തന്നെ അവർ പറഞ്ഞ മറ്റൊരു ആരോപണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിറാണ്, ജാലവിദ്യക്കാരനാണ്. സൂറത്ത് സ്വാദിന്റെ 4-ാമത്തെ വചനം, വഖാലൽ കാഫിറൂന ഹാദാ സാഹിറുൻ കദ്ദാബ്, ഈ കള്ളവാദിയായിട്ടുള്ള ഒരു ജാലവിദ്യക്കാരനാണ് ഇദ്ദേഹം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നഊദു ബില്ലാഹ് അവിടെ ഉണ്ടായിരുന്ന ശത്രുക്കൾ പറഞ്ഞു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. ഈ പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം അതൊന്നുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും പ്രവാചകൻ പറയുന്ന സന്ദേശങ്ങളെല്ലാം അതിനെല്ലാം അപ്പുറമാണെന്ന് അവർക്ക് തന്നെ കൃത്യമായിട്ട് അറിയായിരുന്നു. അറിഞ്ഞുകൊണ്ട് തന്നെ അവര് ആ സത്യത്തെ മൂടിവെച്ച് അസത്യം പ്രചരിപ്പിക്കുകയായിരുന്നു. നേരത്തെ അബൂജഹൽ ആ സംഭവമെല്ലാം നേരത്തെ നിങ്ങൾ ഇവിടെ ചേർത്ത് വായിക്കുക. അവർക്ക് കൃത്യമായിട്ട് ഇത് ബോധ്യപ്പെട്ടിരുന്നു. അവരിൽപ്പെട്ട ഏറ്റവും വലിയ കവികളും ഏറ്റവും വലിയ ചിന്തകരായിട്ടുള്ള ആളുകൾ പോലും അതിന് സാക്ഷ്യം വഹിച്ചതായിട്ട് അവരുടെ ചരിത്രത്തിൽ തന്നെ വായിക്കാൻ സാധിക്കും. അതിമനോഹരമായിട്ടുള്ള സംഭവം വലീദ് ബിൻ അൽ മുഗീറയുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. കഴിഞ്ഞ ഭാഗത്ത് ഞാൻ സൂചിപ്പിച്ചിരുന്നു. വലീദ് ബിൻ അൽ മുഗീറ, അദ്ദേഹം ബനു മഖ്സൂം ഗോത്രത്തിന്റെ തലവനാണ്. ബനു മഖ്സൂം നേരത്തെ ഞാൻ അബൂജഹലിനെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിച്ചു. ഖുറൈശികളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 ഗോത്രങ്ങൾ, ബനു ഹാഷിം, അതേപോലെ തന്നെ ബനു മഖ്സൂം, ബനു ഉമയ്യ, ഈ 3 ഗോത്രങ്ങളാണ് ഏറ്റവും ലീഡ് ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 ഗോത്രങ്ങൾ. അതിൽ ബനു മഖ്സൂം ഗോത്രത്തിന്റെ തലവനായിരുന്നു വലീദ് ബിൻ അൽ മുഗീറ. അതേ ഗോത്രത്തിലാണ് അബൂജഹൽ ഉള്ളത്. അദ്ദേഹം മക്കയിൽ ഏറ്റവും വലിയ ധനാഢ്യനായിട്ടുള്ള വ്യക്തി, അതേപോലെ തന്നെ അവിടെ ഏറ്റവും അറിയപ്പെട്ട അവരുടെ കവിതാ മത്സരങ്ങളിലെല്ലാം മക്കയിലുണ്ടായിരുന്ന ആളുകളെ പ്രതിനിധീകരിക്കുന്ന അവരുടെ ഏറ്റവും വലിയ കവി, അതായത് മക്കയിലുള്ള ഒരു ഷേക്സ്പിയർ ആയിരുന്നു യഥാർത്ഥത്തിൽ വലീദ് ബിൻ അൽ മുഗീറ.
അത്രയും വലിയ ബുദ്ധിജീവി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന റസൂലുള്ളാഹി അങ്ങേയറ്റം പ്രതീക്ഷിച്ചിരുന്നു. വലീദ് ഇബ്നുൽ മുഗീറ അദ്ദേഹം മറ്റൊരു കാര്യം അദ്ദേഹത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ 3 സ്ഥലങ്ങളിൽ പരോക്ഷമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ സൂചിപ്പിക്കുന്നുണ്ട്. 3 സ്ഥലങ്ങളിൽ. അതിൽ ഒന്നാമത്തെ സ്ഥലം തന്നെ അദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ വളരെയധികം സഹായകമാണ്. ഒന്നാമത്തെ സ്ഥലം പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് സുഖ്റുഫ് 43-ാമത്തെ അധ്യായം, സൂറത്ത് സുഖ്റുഫിന്റെ 31-ാമത്തെ വചനത്തിൽ അക്കാലഘട്ടത്തിലുള്ള ആളുകൾ അവർ ചോദിച്ചൊരു ചോദ്യമാണ്, വഖാലു ലൗലാ നുസ്സില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിൻ ഖറിയതൈനി അളീം. അവർ ചോദിച്ചൊരു ചോദ്യമാണ്. 2 പ്രധാനപ്പെട്ട പട്ടണങ്ങളിലുള്ള 2 പ്രധാനപ്പെട്ട ആ മഹാപുരുഷന്മാരുടെ മേലെ എന്തുകൊണ്ടായിരുന്നു ഈ ഖുർആൻ അവതരിക്കാഞ്ഞത്? അവരുടെ ഒരു ചോദ്യമാണ്. ഈ ഖുർആന് ഈ മക്കയിലുള്ള നിരക്ഷരനായിട്ടുള്ള ഈ മുഹമ്മദിനാണോ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണോ അവതരിപ്പിച്ചത്? അതിനേക്കാളെല്ലാം ആ 2 മഹാപട്ടണങ്ങളിലുള്ള 2 മഹാപുരുഷന്മാർക്ക് എന്തുകൊണ്ട് ഖുർആൻ അവതരിച്ചില്ല? അവിടെ തഫ്സീറുകൾ വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ആ 2 മഹാപട്ടണം എന്നുള്ളതുകൊണ്ട് വിഭജിക്കുന്നത് 1 മക്ക, 2 ത്വായിഫ്. മക്കയും ത്വായിഫായിരുന്നു പ്രധാനപ്പെട്ട 2 സിറ്റികൾ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ അബൂ താലിബ് മരണപ്പെട്ട സന്ദർഭത്തിൽ ഉടനെ തന്നെ ത്വായിഫിലേക്ക് പോകാനുള്ള കാരണം 2 പ്രധാനപ്പെട്ട സിറ്റി, 2 പ്രധാനപ്പെട്ട വ്യക്തികൾ. തഫ്സീറുകൾ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് എല്ലാം തഫ്സീറുകൾ വായിച്ചാൽ കാണാൻ സാധിക്കും, അവിടെ 2 പ്രധാനപ്പെട്ട വ്യക്തികൾ എന്നുള്ളത് വിഭജിക്കുന്നത് മക്കയിലുള്ള പ്രധാനപ്പെട്ട വ്യക്തി വലീദ് ഇബ്നുൽ മുഗീറയാണ്. അതേ സന്ദർഭത്തിൽ ത്വായിഫിലുള്ള പ്രധാനപ്പെട്ട വ്യക്തി മസ്ഊദ് സഖഫി എന്നറിയപ്പെടുന്ന അവിടെയുള്ള അവരുടെ നേതാവ്. ആ മസ്ഊദ് സഖഫി ആ ഫീൽ സംഭവം, അത് ആനക്കലഹ സംഭവം പറഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ ആ ഭാഗത്ത് പറഞ്ഞിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രധാനപ്പെട്ട നഗരങ്ങളിലുള്ള ഈ പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് ഈ ഖുർആൻ അവതരിപ്പിക്കാത്തതെന്ന് അവർ ചോദിക്കുന്നുണ്ട്. അവിടെ പരിശുദ്ധ ഖുർആൻ പരോക്ഷമായിട്ട് സൂചന നൽകുന്നത് ഒന്ന് വലീദ് ഇബ്നുൽ മുഗീറയെ സംബന്ധിച്ചാണ്. അതാണ് അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു സ്ഥലം. അത്രയേറെ പ്രധാനപ്പെട്ട മക്കയിലെ വ്യക്തിത്വമായിരുന്നു വലീദ് ഇബ്നുൽ മുഗീറ, ബനൂ മഖ്സൂം ഗോത്ര തലവൻ. ഒരിക്കൽ അദ്ദേഹം കഅബാലയത്തിന് സമീപത്തൂടെ അദ്ദേഹം നടന്നു പോകുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി അവിടെ പരിശുദ്ധ ഖുർആൻ ഒരല്പ ഉച്ചത്തിൽ പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം നടന്നു പോകുന്ന വഴിയിൽ യാദൃച്ഛികമായിട്ട് അദ്ദേഹം ഖുർആൻ കേൾക്കണം. ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ കാതുകളിൽ പരിശുദ്ധ ഖുർആൻ വന്ന് പതിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പാരായണം ചെയ്തുകൊണ്ടിരുന്നത് പരിശുദ്ധ ഖുർആനിൽ അതിമനോഹരമായിട്ടുള്ള അധ്യായം സൂറത്തുൽ ഗാഫിർ 40-ാമത്തെ അധ്യായം. ആ 40-ാമത്തെ അധ്യായത്തിന്റെ ആരംഭം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. വളരെ ശക്തമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ആരംഭമാണ് സൂറത്തുൽ ഗാഫിറിന്റെ ആരംഭ വചനങ്ങൾ. ഹാമീം തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ അലീം ഗാഫിരിൽ ദംബി വഖാബിലിത് തൗബി ശദീദുൽ ഇഖാബ്. ഇതേ രൂപത്തിലുള്ള മനോഹരമായിട്ടുള്ള ആ വചനങ്ങൾ റസൂലുള്ളാഹി അവിടെ പാരായണം ചെയ്യായിരുന്നു. വലീദ് ഇബ്നുൽ മുഗീറ അദ്ദേഹത്തെ അങ്ങേയറ്റം ആ വചനങ്ങൾ ആകർഷിച്ചു. അത്യാകർഷകമായിട്ടുള്ള വചനങ്ങൾ. വലീദ് ഇബ്നുൽ മുഗീറ അദ്ദേഹം ഒരല്പനേരം അവിടെ ശ്രമിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ മുഖഭാവങ്ങളെല്ലാം മാറി അദ്ദേഹം തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ അവിടെ കൂടി നിൽക്കുന്ന ഖുറൈശികളോട്, അവിടെ ഒരല്പം ഖുറൈശികൾ അവിടെ കൂടി നിൽക്കുന്നുണ്ട്, അവരോട് അദ്ദേഹം പറഞ്ഞു, മുഹമ്മദിന്റെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ എത്ര മനോഹരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷം അദ്ദേഹം പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് പറയാൻ പോകുന്ന ചില വചനങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കാം. മക്കയിൽ അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ കവിയുടെ, അവിശ്വാസിയായിരുന്ന ഒരു കവിയുടെ അതിമനോഹരമായിട്ടുള്ള സാക്ഷ്യം, അദ്ദേഹം ആ ഖുർആനെ സംബന്ധിച്ച് വർണ്ണിക്കുന്ന വർണ്ണനകൾ, ഒരുവിധം പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളെല്ലാം വായിക്കാൻ സാധിക്കും. വലീദ് ഇബ്നുൽ മുഗീറ പറഞ്ഞ വാക്കുകൾ, ഇന്ന ലഹു ലഹലാവ വ ഇന്ന അലൈഹി ലത്വലാവ. അല്ലാഹുവാണ് റസൂൽ മുഹമ്മദ് പറയുന്ന വാക്കുകൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്തൊരു മാധുര്യമുണ്ട്, അവർണ്ണനീയമായിട്ടൊരു മാധുര്യം ആ വചനങ്ങൾക്കുണ്ട്. ഇന്നല മുസ്മിറുൻ അലാഹു മുഖദിഖുൻ അസ്ഫലുഹു. അദ്ദേഹം പറയാൻ അതിന്റെ മുരട്, ആ വചനങ്ങളുടെ മുരട് അത് ഫലഭൂയിഷ്ടമാണ്. അതേപോലെ തന്നെ അതിന്റെ ശാഖ ഫലനിർഭരവുമാണ്. അതായത് അതിന്റെ വേരുകൾ എന്നുള്ളത് അത്യധികം ഫലഭൂയിഷ്ടാണ്. മുഖദിഖുൻ അസ്ഫലുഹു, അതിന്റെ ശാഖകളെല്ലാം ഫലഭൂയിഷ്ടമാണ്. ഇന്നഹു ലാ യഅലു വലാ യുഅല അലൈഹി ഇന്നഹു ലാ യഅലു വലാ യുഅല അലൈഹി. അദ്ദേഹം പറയാണ്, തീർച്ചയായിട്ടും ആ വാക്കുകൾ അത് എല്ലാത്തിനെയും അതിജയിക്കും, അതിനെ ഒന്നും അതിജയിക്കുകയുമില്ല. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. ഈ രൂപത്തിലൊരു വാക്ക് പറഞ്ഞുകൊണ്ട് വലീദ് ഇബ്നുൽ മുഗീറ അവിടെ നിന്ന് നടന്നു പോവാൻ. ആരാണ് ഈ പറയുന്നത്? ആരോടാണ് ഈ പറയുന്നത്? ചിന്തിച്ചു നോക്കുക. അതായത് മക്കയിലെ ഏറ്റവും വലിയ പ്രമാണി നൽകുന്ന സാക്ഷിയാണ്. തീർച്ചയായിട്ടും ആ സമൂഹത്തിൽ ഉടനെ തന്നെ അത് ചൂടപ്പം പോലെ ആ ഒരു അദ്ദേഹത്തിന്റെ വാക്കുകൾ അവിടെ വൈറലായിട്ട് മാറാൻ എല്ലാ ആളുകളുടെ ചെവിയിലെത്തി. വലീദ് ഇബ്നുൽ മുഗീറ ഇതേ രൂപത്തിൽ സംസാരിച്ചിരിക്കുന്നുവെന്ന്. അവസാനം
ബനു മഖ്സൂം ഗോത്രത്തിലുണ്ടായിരുന്ന വലീദ് ബിൻ മുഗീറ കഴിഞ്ഞ അതിൽ രണ്ടാമത്തെ ലീഡർ അബൂജഹലായിരുന്നു. അദ്ദേഹത്തിന്റെ ചെവിയിലും ഈ ഒരു വാക്കുകൾ വന്നെത്തി. ഉടനെ തന്നെ അദ്ദേഹം വലീദ് ബിൻ മുഗീറയുടെ വീട്ടിലേക്ക് പോവാണ്. വലീദ് ബിൻ മുഗീറയുടെ വീട്ടിലേക്ക് പോയിട്ട് അദ്ദേഹം വീട് തുറന്ന വാതിൽ മുട്ടി വാതിൽ തുറന്ന ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, ആളുകളൊക്കെ പറയുന്നുണ്ട് താങ്കൾ മുഹമ്മദിന്റെ അനുയായെന്ന് ആളുകളെല്ലാം പറയുന്നുണ്ട്. ആ രൂപത്തിലുള്ള ഒരു വാർത്ത ഞാൻ കേട്ടു. വളരെ പരിഹാസ രൂപത്തിലാണ് അബൂജഹൽ കാര്യങ്ങൾ പറയുന്നത്. ഇനി മുതൽ നിങ്ങളെ മുഹമ്മദ് ആയിരിക്കും തീറ്റിപ്പോറ്റുക. അതേ രൂപത്തിലുള്ള വചനങ്ങൾ, അദ്ദേഹത്തെ വേദനിപ്പിക്കുന്ന രൂപത്തിലുള്ള ചില പരിഹാസ വാക്കുകളിലൂടെ അബൂജഹൽ വലീദ് ബിൻ മുഗീറയോട് കാര്യം അന്വേഷിക്കാൻ. അത് വലീദ് ബിൻ മുഗീറ അങ്ങേയറ്റം വേദനിപ്പിച്ചു. അബൂജഹലിന്റെ ആ സംസാരം, ആളുകളുടെ പിന്തുണയെല്ലാം തനിക്ക് നഷ്ടപ്പെടുമെന്നുള്ള ആ ഭയം കാരണം ഉടനെ തന്നെ അദ്ദേഹം അതിന് മറുത്ത്, അതായത് ഖുർആൻ എതിർത്ത് ചില കാര്യങ്ങൾ പറയാണ്. അബൂജഹൽ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഏതായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയി, ആളുകൾക്കിടയിലെല്ലാം അത് പ്രചരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ നിങ്ങൾ അതിനെ എതിർത്തുകൊണ്ട് ചില കാര്യങ്ങൾ പറയണം. നിങ്ങൾ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്, ഇനി ഇകഴ്ത്തി സംസാരിക്കണം, എങ്കിൽ മാത്രമേ ആളുകളെല്ലാം വിശ്വസിക്കൂ. അതല്ലെങ്കിൽ നിങ്ങൾ മുസ്ലിം ആയിട്ടുണ്ടെന്നെല്ലാം ഇവിടെ ആളുകൾ പറഞ്ഞു നടക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ വലീദ് ബിൻ മുഗീറ അദ്ദേഹം ചോദിച്ചു, അബൂജഹലിനോട് അദ്ദേഹം ചോദിച്ചു, ഞാൻ എന്താണ് അതിന് പറയാ? അപ്പൊ അബൂജഹൽ പറഞ്ഞു, നിങ്ങൾ അദ്ദേഹം ഒരു ജ്യോത്സ്യനാണെന്ന് നിങ്ങൾ പറയണം. ആ സന്ദർഭത്തിൽ വലീദ് ബിൻ മുഗീറ അദ്ദേഹം പറഞ്ഞു, എങ്ങനെയാണ് ഞാനത് പറയാ? കാരണം ജ്യോത്സ്യന്മാരെ മുഴുവൻ നമ്മൾ കണ്ടിട്ടുണ്ട്, നിരവധി ജ്യോത്സ്യന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ജ്യോത്സ്യന്മാരുടെ ഒരു ലക്ഷണവും മുഹമ്മദിൽ ഇല്ലല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം പറയാൻ. ആ സന്ദർഭത്തിൽ അബൂജഹൽ വീണ്ടും പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അദ്ദേഹം മജ്നൂൻ, ഭ്രാന്തനാണെന്ന് പറയണം. ആ സന്ദർഭത്തിലും വലീദ് ബിൻ മുഗീറ പറഞ്ഞു, എങ്ങനെയാണ് ഭ്രാന്തൻ എന്ന് പറയാ? കാരണം ഭ്രാന്തിന്റെ ഒരു ലക്ഷണവും മുഹമ്മദിൽ പ്രതിഫലിക്കുന്നില്ലല്ലോ. നഊദു ബില്ലാഹ്. അദ്ദേഹം പറയാൻ. ആ സന്ദർഭത്തിൽ അബൂജഹൽ വീണ്ടും പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഷാഇർ, അദ്ദേഹം കവിയാണെന്ന് പറയണം. ആ സന്ദർഭത്തിലും വലീദ് ബിൻ മുഗീറ പറഞ്ഞു, അദ്ദേഹം കവിയല്ല. കവിത ഏതായാലും എനിക്കറിയാം, നിങ്ങൾക്കിടയിൽ ഏറ്റവും നല്ല കവി ഞാനാണ്. കവിതയുടെ എല്ലാ വശങ്ങളും പഠിച്ച ആളാണ് ഞാൻ. പക്ഷേ വല്ലാഹി മുഹമ്മദ് പറയുന്നത് കവിതയല്ല. അപ്പൊ അബൂജഹൽ വീണ്ടും പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അദ്ദേഹം സാഹിറാണെന്ന് പറയണം, മാരണക്കാരനാണെന്ന് പറയണം. ഒന്നും അദ്ദേഹം സമ്മതിക്കുന്നില്ല. ആ സന്ദർഭത്തിൽ അബൂജഹൽ അദ്ദേഹം ദേഷ്യപ്പെടുക. അദ്ദേഹം പറഞ്ഞു, എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ തീരൂ, കാരണം നിങ്ങൾ അദ്ദേഹത്തെ പുകഴ്ത്തി ചില വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്, ആളുകളെല്ലാം അത് സ്വാധീനിക്കുന്നുണ്ട്, അതുകൊണ്ട് അതിനെ ഇകഴ്ത്തി നിങ്ങൾ വല്ലതും പറഞ്ഞേ തീരൂ. ആ സന്ദർഭത്തിൽ വലീദ് ബിൻ മുഗീറ അദ്ദേഹം പറഞ്ഞു, ദഅനി ഹത്താ ഉഫക്കിറ ഫീ, ഞാൻ ഒരല്പം ചിന്തിക്കട്ടെ, എനിക്കൊരല്പം ചിന്തിക്കാൻ വേണ്ടി നിങ്ങൾ സമയം അനുവദിക്കണം. ആ രൂപത്തിൽ വലീദ് ബിൻ മുഗീറ സംസാരിച്ചു. അങ്ങനെ വലീദ് ബിൻ മുഗീറ ആരും കാണാതെ അദ്ദേഹത്തിന്റെ ആ വീട്ടിന്റെ മുറിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ചിന്തിക്കുകയാണ്, എന്തായിരിക്കും ഞാൻ പറയാ. അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അതിനെ സംബന്ധിച്ച് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം എന്താണ് ചിന്തിക്കുന്നത്? അദ്ദേഹത്തെ ആ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മുഖത്തുള്ള എക്സ്പ്രഷൻ, അദ്ദേഹത്തിന്റെ മുഖഭാവങ്ങൾ, അതെല്ലാം, അതേപോലെ തന്നെ അദ്ദേഹം എന്താണ് അതിന് ശേഷം പറയാൻ പോകുന്നത് എന്ന അടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം പുറത്ത് വന്ന് പറയുന്നതിന് മുമ്പേ അല്ലാഹു സുബ്ഹാനഹു വ തആല അഡ്വാൻസ് ആയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുത്തു. സൂറത്തുൽ മുദ്ദസിർ, ആ സൂറത്തുൽ മുദ്ദസിറിന്റെ ആരംഭ വചനങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരമായിട്ട് വലീദ് ബിൻ മുഗീറയെ വിമർശിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കാൻ. ദർനി വമൻ ഖലഖതു വഹീദ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണ, എന്നെയും ഞാൻ സൃഷ്ടിച്ച അവനെയും നീ വിട്ടേക്ക്. അതായത് ഞാൻ ഏറ്റെടുത്തോളാം വലീദിന്റെ കാര്യം, നീ അത് അവഗണിച്ചിട്ടേക്ക്, ഞാൻ ഡീൽ ചെയ്തോളാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനെ സമാധാനിപ്പിക്കാൻ. ദർനി വമൻ ഖലഖതു വഹീദ വജഅൽതു ലഹു മാലൻ മംദൂദ. സമൃദ്ധമായിട്ടുള്ള സമ്പത്ത് ഞാൻ അവന് നൽകി. അവിശ്വാസിയായിട്ട് പോലും നമ്മൾ ചിന്തിച്ചു നോക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഞാനാണ് അവന് ഇത്രയും വലിയ സമ്പത്തെല്ലാം നൽകിയത്. വബനീന ശുഹൂദ, സമൃദ്ധരായിട്ടുള്ള സന്താനങ്ങളും എന്തിനും സന്നദ്ധരായിട്ടുള്ള സന്താനങ്ങളെയും ഞാൻ അദ്ദേഹത്തിന് നൽകി, വലീദിന് ഞാൻ നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല വലീദിന് നൽകിയ അനുഗ്രഹങ്ങൾ ആദ്യം പറയാൻ. നമുക്കറിയാം വലീദ് ബിൻ മുഗീറ അദ്ദേഹത്തിന് നിരവധി സന്താനങ്ങൾ ഉണ്ടായിരുന്നു, 7-ലധികം സന്താനങ്ങൾ. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്താനം നമുക്കറിയാം ഖാലിദ് ബിൻ വലീദ് മാത്രമല്ല, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധനായിട്ടുള്ള മറ്റൊരു സന്താനം, ഇസ്ലാം സ്വീകരിച്ച മറ്റൊരു സന്താനമാണ് വലീദ് ബിൻ വലീദ്. അതായത് മകന്റെ പേരും വലീദാണ്, വലീദ് ഇബ്നുൽ വലീദ്. ആ വലീദ് ബിൻ വലീദാണ് യഥാർത്ഥത്തിൽ ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹം ബദറിൽ യുദ്ധത്തടവുകാരനായിട്ട് മുസ്ലിങ്ങളെ പിടിച്ചു, അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അദ്ദേഹം, അതായത് വലീദ് ബിൻ വലീദിന്റെ ദഅവത്തിലൂടെയാണ് പിന്നീട് ജ്യേഷ്ഠനായിരുന്ന ഖാലിദ് ബിൻ വലീദ് ഇസ്ലാമിലേക്ക് വരുന്നത്. പക്ഷേ ഖാലിദ് ബിൻ വലീദ് ഏറ്റവും വലിയ ചരിത്രം രചിച്ചുകൊണ്ട്
വലീദ് ബിനുൽ വലീദിനേക്കാൾ വലിയ ഉന്നതങ്ങളിൽ ഖാലിദ് ബിൻ വലീദ് അവസാനം എത്തി. സൈഫുല്ല എന്ന അപരനാമം സ്വീകരിച്ചുകൊണ്ടാണ് അവസാനം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. യഥാർത്ഥത്തിൽ വലീദ് ബിനുൽ വലീദ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ മകനായിരുന്നു ആദ്യം ഇസ്ലാമിലേക്ക് എത്തിയത്. ഈ രണ്ടാളുകൾ ഇസ്ലാം സ്വീകരിച്ചു. അതേപോലെ തന്നെ വലീദ് ബിനുൽ മുഗീറയുടെ മറ്റൊരു മകൻ, കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും, ഉമാറ ഇബ്നു വലീദ് അൽ മുഗീറ. അതായത് അവര് ഖുറൈശികൾ അബൂ ത്വാലിബുമായിട്ട് വിലപേശാൻ വന്ന സന്ദർഭത്തിൽ അവർ കൊണ്ടുവന്ന ഒരു യുവാവിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു, അതെല്ലാം വലീദ് ബിനുൽ മുഗീറയുടെ സന്താനങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഞാനതെല്ലാം അദ്ദേഹത്തിന് നൽകി, അതെല്ലാം അനുഗ്രഹങ്ങളെല്ലാം നൽകിയിട്ടും അദ്ദേഹം ഈ സത്യം സ്വീകരിക്കുന്നില്ല. അത് മാത്രമല്ല, ഈ രൂപത്തിലുള്ള സംസാരത്തിന് പ്രതികരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നഹു ഫക്കറ ഫഖദ്ദർ, അവനൊന്ന് ചിന്തിച്ചു. അതായത് അബൂജഹൽ പോയതിനു ശേഷം ഉള്ള കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ആ റൂമിൽ മറ്റാരും കാണാത്ത രഹസ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരസ്യമാക്കാൻ. ഇന്നഹു ഫക്കറ ഫഖദ്ദർ, അദ്ദേഹം തിരിച്ചു മറിച്ചെന്ന് ചിന്തിച്ചു. ഫഖുതില കൈഫ ഖദ്ദർ സുമ്മ ഖുതില കൈഫ ഖദ്ദർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അവൻ എങ്ങനെയാണ്, അവനെ വളരെ മോശം രൂപത്തിൽ ആ ഖുർആനെ അല്ലെങ്കിൽ അതിനെ അവന് കണക്കാക്കി. സുമ്മ നദർ സുമ്മ അബസ വബസർ, അദ്ദേഹം നോക്കി, അദ്ദേഹത്തിന്റെ മുഖം കറുപ്പിച്ചു, മുഖം ചുളിപ്പിച്ചു. അതായത് ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ എക്സ്പ്രഷൻ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഉദ്ധരിക്കുകയാണ്. അതിനുശേഷം അതേ രൂപത്തിൽ ചിന്തിച്ചതിന് ശേഷം വലീദ് ബിനുൽ മുഗീറ പറയാൻ പോകുന്ന കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അഡ്വാൻസ് ആയിട്ട് റസൂലുള്ളാഹിക്ക് നൽകുകയാണ്. ഫഖാല ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യുഅ്സർ, ഇത് മാരണല്ലാതെ മറ്റൊന്നുമല്ല എന്നായിരിക്കും വലീദ് പറയാൻ പോവാ. സുബ്ഹാനല്ലാഹ്. അതായത് മുഹമ്മദ് കൊണ്ടുവന്ന സന്ദേശം അത് ഇൻഹാദ ഇല്ലാ സിഹ്റുൻ യുഅ്സർ, അത് മാരണമാണെന്ന് വലീദ് ബിനുൽ മുഗീറ പറയും എന്നുള്ളത്. അത് അതേ രൂപത്തിൽ തന്നെ അദ്ദേഹം പറയുകയും ചെയ്തു. അതായത് റസൂലുള്ളാഹിന്റെ ആ സന്ദേശം സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ കുടുംബത്തിനും സഹോദരങ്ങൾക്കിടയിലെല്ലാം ഭിന്നതയും അതേപോലെ തന്നെ ഛിദ്രതയെല്ലാം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മാരണാണ് എന്ന് അവസാനം അദ്ദേഹം ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ഇതാണ് വലീദ് ബിനുൽ മുഗീറയുമായിട്ട് ബന്ധപ്പെട്ട് സൂറത്തുൽ മുദ്ദസ്സിറിൽ അവതരിപ്പിക്കപ്പെട്ട ആയത്തുകൾ വായിച്ചു നോക്കുക. മറ്റൊരു കാര്യം അവസാനമായിട്ട് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്, അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെടുന്ന മൂന്നാമത്തെ പരിശുദ്ധ ഖുർആനിലെ ഭാഗം സൂറത്തു അബസ, പരിശുദ്ധ ഖുർആനിലെ 80-ാമത്തെ അധ്യായം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രധാനപ്പെട്ട, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലീദ് ബിനുൽ മുഗീറ അടക്കമുള്ള ഖുറൈശി പ്രമാണിമാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അവിടേക്ക് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം എന്നറിയപ്പെടുന്ന ഒരു അന്ധൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം കടന്നു വരുന്നത്. ആ സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശി പ്രമാണിമാരുമായിട്ട് സംസാരിക്കണം. അതുകൊണ്ട് തന്നെ ആ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹിന്റെ മുഖത്ത് ഒരു ഭാവം പ്രകടമായി. അതിനെ വിമർശിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച മനോഹരമായിട്ടുള്ള അധ്യായം അബസ വതവല്ല അൻജാഅഹുൽ അഅമ. ആ അധ്യായത്തിൽ 5-6 ആയത്തുകളിൽ അമ്മാ മനിസ്തഅന ഫഅൻത ലഹു തസദ്ദ, സ്വയം പര്യാപ്തത നടിച്ചവൻ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നതും അതേ വലീദ് ബിനുൽ മുഗീറയാണ്. ഈ 3 സ്ഥലങ്ങളിൽ പരോക്ഷമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രധാനപ്പെട്ട വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ള ഈ രൂപത്തിൽ. അതായത് ഞാനിവിടെ ഈ ഒരു സംഭവം പറയാനുള്ള കാരണം, അവർക്കിടയിൽ ജീവിക്കുന്ന അവരുടെ ഉള്ള ആളുകളെക്കാൾ യോഗ്യരായിട്ടുള്ള അവരുടെ തലമുതിർന്ന കവികളും അതേപോലെ തന്നെ ബുദ്ധിജീവികളെല്ലാം ആ പരിശുദ്ധ ഖുർആന്റെ സത്യസന്ധതയ്ക്ക് ഇത്തരത്തിൽ പ്രത്യക്ഷമായിട്ടുള്ള സാക്ഷ്യം അവർക്കിടയിൽ അവർ നൽകിയിരുന്നു. എന്നിട്ടും ആ സത്യം വിശ്വസിക്കാൻ അവർ സന്നദ്ധായില്ല എന്ന് മാത്രമല്ല, നിരവധി പച്ചക്കളവുകൾ അവര് പ്രവാചകന് മീതെയും അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആന് മീതെയും അവർ പടച്ചുണ്ടാക്കിക്കൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഖുർആനിൽ നിന്നും പ്രവാചകനിൽ നിന്നും അകറ്റുകയാണ് അവർ ചെയ്തത്. കാരണം പരിശുദ്ധ ഖുർആൻ അവർ കേൾക്കാൻ പാടില്ല, കേട്ടുകഴിഞ്ഞാൽ അവർ സ്വീകരിക്കും, അത് ആകർഷിക്കും. ആ സന്ദേശം കേൾക്കുന്നത് അവർ ഭയപ്പെടാൻ, കേട്ടാ സ്വീകരിക്കും, കാരണം അത്രയേറെ ശക്തമാണ്. അപ്പൊ അതിലേക്ക് പോകുന്നത് അഡ്വാൻസ് ആയിട്ട് അവർ തടയാം. അബൂലഹബിനെ സംബന്ധിച്ച് ഒരു ഉദ്ധരണി, അബൂലഹബിനെ സംബന്ധിച്ച് മുസ്ലിം ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കടന്നു വരുന്ന ഒരു ഉദ്ധരണിയിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരാനും പോകാനും സാധ്യതയുള്ള സ്ഥലത്തെല്ലാം അബൂലഹബ് അഡ്വാൻസ് ആയിട്ട് പോകും. റസൂലുള്ളാഹി ഒരു വഴിക്ക് വരുന്നുണ്ടെന്ന് കണ്ടാല് പ്രവാചകൻ അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ അബൂലഹബ് അഡ്വാൻസ് ആയിട്ട് കയറിയിട്ട് പറയും, ദാ എന്റെ സഹോദരപുത്രനായിട്ടുള്ള ഒരാള് മുഹമ്മദ് ഈ വഴിക്ക് വരും, അദ്ദേഹം ഭ്രാന്തനാണ്, അദ്ദേഹം മജ്നൂനാണ്, സാഹിറാണ്, അദ്ദേഹം പലതും നിങ്ങളോട് പറയും, അത് കേട്ടാൽ നിങ്ങൾ അതിൽ വീണുപോ, അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ കേൾക്കാൻ നിൽക്കരുത്, അദ്ദേഹം പറയുന്നതിൽ നിങ്ങൾ ചെവി പൊത്തിയിട്ട് നിങ്ങൾ ഓടി രക്ഷപ്പെടാം.
അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകും. അദ്ദേഹം നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ എല്ലാം അദ്ദേഹം കുറ്റം പറയുന്നുണ്ട്, അദ്ദേഹം തള്ളിപ്പറയുന്നുണ്ട്. നിരന്തരം ശത്രുക്കൾ പറഞ്ഞൊരു ആരോപണമാണ്. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വജദ്ന ആബാഅന അല്ലെങ്കിൽ വജദ്ന അലൈഹി ആബാഅന, അതായത് പൂർവ്വപിതാക്കന്മാരെ തള്ളിപ്പറയുന്നു എന്നുള്ളത് വലിയൊരു ആരോപണമായിട്ട് റസൂലുള്ളാഹിക്ക് മീതെ അവിടെയുള്ള ശത്രുക്കൾ ആരോപിച്ചതായിരുന്നു. ഈ രൂപത്തിൽ അബൂജഹല് അഡ്വാൻസ് ആയിട്ട് അവരുടേക്ക് പോയിട്ട് റസൂലുള്ളാഹിനെ കുറിച്ച് തെറ്റിദ്ധാരണകളും കളവുകളും പ്രചരിപ്പിക്കുക എന്നുള്ള അഡ്വാൻസ് ആയിട്ട്. ഇപ്പോൾ സൈക്കോളജിയിൽ ഇനോക്കുലേഷൻ എന്ന് പറയും, അതായത് ഇപ്പോൾ നമ്മൾ വാക്സിനേഷൻ വെക്കുന്നത് പോലെ അഡ്വാൻസ് ആയിട്ട് ചില തെറ്റിദ്ധാരണകൾ, ചില ഇതേ രൂപത്തിലുള്ള തെറ്റിദ്ധാരണ ചിന്തകൾ നൽകിയിട്ട് വരാനുള്ള ആ ശക്തമായിട്ടുള്ള മെസ്സേജ് കേൾക്കുന്നതിൽ നിന്നും അവരെ തടയുക, അകറ്റുക. ആ രൂപത്തിലുള്ള ഒരു പ്രതിരോധ നടപടിയാണ് അവിടെയുള്ള ശത്രുക്കൾ സ്വീകരിച്ചത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് സാന്ദർഭികമായിട്ട് മനസ്സിൽ വരുന്നത്. ഇപ്പോൾ തുഫൈൽ ഇബ്നു ആമിർ ദൗസി എന്നറിയപ്പെടുന്ന പ്രസിദ്ധനായിട്ടുള്ള അദ്ദേഹം പിൻകാലത്ത് ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. തുഫൈൽ ഇബ്നു ആമിർ ദൗസി, ദൗസ് ഗോത്രം. ദൗസ് എന്നുള്ളത് നജ്റാനിലുള്ള കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു ഗോത്രമായിരുന്നു ദൗസ് ഗോത്രം. അതിൽപ്പെട്ട ആ ഗോത്ര തലവനായിരുന്ന തുഫൈൽ, അദ്ദേഹം ഒരു ഡോക്ടർ, അക്കാലഘട്ടത്തിലുള്ള ഒരു ബിഷഗ്വരൻ, അതേപോലെ തന്നെ അദ്ദേഹം അറിയപ്പെട്ട ഒരു കവി കൂടെയായിരുന്നു. അദ്ദേഹം ഒരിക്കലും മക്കയിലെത്തിയ സന്ദർഭത്തിൽ ആളുകളെല്ലാം, ഖുറൈശികൾ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ചുറ്റിലും കൂടി. അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്നിട്ട് ഖുറൈശികൾ, അബൂലഹബ് അടക്കമുള്ള ആളുകൾ വന്നിട്ട് പറഞ്ഞു, മക്കയിൽ ഇപ്പോൾ നടക്കുന്ന സ്ഥിതിയൊക്കെ നിങ്ങൾക്ക് അറിയല്ലോ, മുഹമ്മദ് എന്നറിയപ്പെടുന്ന ഒരാൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വല്ലാത്തൊരു ശക്തിയുണ്ട്, അദ്ദേഹം നിങ്ങളെ വശീകരിക്കാൻ ശ്രമിക്കും, അപ്പൊ അദ്ദേഹത്തെ കാണുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾ ഒഴിഞ്ഞു മാറുക, അദ്ദേഹം സംസാരിക്കുന്ന ഒരിക്കലും നിങ്ങൾ കേൾക്കരുത്, കേട്ടാൽ നിങ്ങൾ വീണുപോകും. നിങ്ങൾ കേൾക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെവിയിൽ എന്തെങ്കിലും തിരിക്കുക. അവസാനം അവര് അദ്ദേഹത്തിന് ഒരു കോട്ടൻ, ഒരു പഞ്ഞി നൽകി എന്നുള്ള. അദ്ദേഹം ഇരു ചെവിയിലും പഞ്ഞി വെച്ചുകൊണ്ടാണ് അദ്ദേഹം കഅബക്കരികിലേക്ക് പോകുന്നത്. അവിടെ തവാഫ് നിർവഹിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നുകൊണ്ട് നമസ്കരിക്കുന്നുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ ആ പാരായണം, അപ്പൊ നമുക്കറിയാം, നമ്മൾ ചെവിയിൽ ഒരു പഞ്ഞി വെച്ചാലും ചെറിയ രൂപത്തിൽ കേൾക്കാൻ സാധിക്കും. അദ്ദേഹം ആ രൂപത്തിൽ റസൂലുള്ളാഹിന്റെ ആ പാരായണം അദ്ദേഹം കേൾക്കുകയാണ്. പാരായണം കേട്ട സന്ദർഭത്തിൽ തുഫൈൽ അദ്ദേഹം സ്വയം ചിന്തിക്കുകയാണ്, ഞാൻ ഏതായാലും ഇവരെക്കാളൊക്കെ വിവരമുള്ള വ്യക്തിയാണ്, ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള വിവേകവും ബുദ്ധിയൊക്കെ എനിക്ക് സ്വന്തമായിട്ടുണ്ട്, പിന്നെ എന്തിനാണ് ഞാൻ ഇവരെ ഭയപ്പെട്ട് ഇതേ രൂപത്തിൽ ചെവിയിൽ പഞ്ഞെല്ലാം വെച്ച് കഷ്ടപ്പെടുന്നത്? മുഹമ്മദ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കന്നെ, അത് ശരിയാണെങ്കിൽ അത് സ്വീകരിക്കുക, അല്ലെങ്കിൽ എനിക്ക് തള്ളിക്കളയാലോ. ഉടനെ തന്നെ അദ്ദേഹം ആ ചെവിയിൽ നിന്ന് പഞ്ഞെല്ലാം ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്തേക്ക് പോവാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അദ്ദേഹം ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഇതേ രൂപത്തിൽ വന്ന സമയത്ത് ഖുറൈശികൾ എന്നോട് ഇതേ രൂപത്തിലൊരു വാണിംഗ് എല്ലാം നൽകിയിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് റിപ്പോർട്ട്, ഒരു റിപ്പോർട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു, മറ്റൊരു റിപ്പോർട്ടിൽ റസൂലുള്ളാഹി ഖുതുബത്തുൽ ഹാജ്, അതായത് ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു, ആ രൂപത്തിൽ നമ്മൾ ഖുതുബയുടെ തുടക്കത്തിൽ പറയുന്ന അത് റസൂലുള്ളാഹി അത് ചൊല്ലി, വിഷയത്തിലേക്ക് കടന്നിട്ടില്ല, അത് ചൊല്ലിയ ഉടനെ തന്നെ അദ്ദേഹം ഉടനെ തന്നെ ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇത്രയും കാലം കേട്ടതിനേക്കാളെല്ലാം മനോഹരാണ് താങ്കൾ പറയുന്നത്. അദ്ദേഹം ഉടനെ തന്നെ അവിടെ വെച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ഇസ്ലാം സ്വീകരിച്ച് അദ്ദേഹം തിരിച്ചുപോയി. ആ ദൗസ് ഗോത്രത്തിന്റെ തലവനാണ് അദ്ദേഹം പോയി വലിയ പ്രതീക്ഷയോടുകൂടെ തന്റെ ഗോത്രത്തിലേക്ക് പോയിട്ട് അദ്ദേഹം ദഅവത്ത് നടത്തി. പക്ഷേ അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ ആയില്ല. അദ്ദേഹം പോയ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും പിതാവും മാത്രമേ അദ്ദേഹത്തിൽ വിശ്വസിച്ചുള്ളൂ, ബാക്കിയുള്ള ആളുകളെല്ലാം അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞു എന്നുള്ള. കാരണം ആ ഗോത്രം അത്യധികം തിന്മയിൽ, അതായത് റിബ, അതേപോലെ തന്നെ സിന, പലിശയിലും അതേപോലെ തന്നെ വ്യഭിചാരത്തിലെല്ലാം മുഴുകി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗമായിരുന്നു. അതെല്ലാം ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടെ പിന്നെ അതിനോടെല്ലാം വിട പറയേണ്ടതുണ്ട്. അത് അവർക്ക് പ്രയാസകരെ, അവർ സ്വീകരിക്കാൻ സന്നദ്ധമായില്ല. അദ്ദേഹം ഒരുപാട് കാലത്തിന് ശേഷം, ഒരല്പകാലത്തിന് ശേഷം അദ്ദേഹം വീണ്ടും മക്കയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം റസൂലുള്ളാഹിനോട് പരാതി പറയുന്നുണ്ട്, പ്രവാചകരെ, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ എന്റെ ഗോത്രം, ദൗസ് ഗോത്രം, അവർ ഇസ്ലാം സ്വീകരിക്കുന്നില്ല, അതുകൊണ്ട് താങ്കൾ അവർക്കെതിരെ അവരെ നശിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ചിന്തിച്ചു നോക്ക് നിങ്ങൾ. അതായത് 1-2 വർഷം പ്രബോധനം നടത്തിയപ്പോഴേക്ക് അദ്ദേഹത്തിന് മടുപ്പൂരാണ്. അദ്ദേഹം നിറവേറ്റി റസൂലുള്ളാഹി കാലങ്ങളായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്യധികം ക്ഷമയോടെയും പ്രതീക്ഷയോടും കൂടെ അതേ പ്രബോധനം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് പാപമോചനമാണ് റസൂലുള്ളാഹി തേടുന്നത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രമെല്ലാം നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തി, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായിട്ട് അല്ലാഹുമ്മ ഹ്ദി ദൗസൻ, അല്ലാഹുവേ ആ ദൗസ് ഗോത്രത്തിന് നീ
ഹിദായത്ത് നൽകണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. അവരെ നശിപ്പിക്കാനല്ല, മറിച്ച് അവരോടുള്ള കാരുണ്യകാരൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അനുകൂലമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹം വീണ്ടും പോയി അവിടെ ദഅവത്ത് നടത്തി. പക്ഷേ ആ രണ്ടാമത് പോയ സന്ദർഭത്തിൽ വലിയൊരു വളർച്ച, അതായത് നിരവധി ആളുകൾ റസൂലുള്ളാഹിന്റെ ആ പ്രാർത്ഥന, മഹത്തരമായിട്ട് പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചുകൊണ്ടായിരിക്കണം നിരവധി ആളുകൾ ഇസ്ലാമിലേക്ക് വരാൻ. മറ്റൊരു കാര്യം, സാന്ദർഭികമായിട്ട് ആ ദൗസ് ഗോത്രത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ ദഅവത്തിലൂടെയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അബൂ ഹുറൈറ ഇസ്ലാമിലെത്തുന്നത് ഈ തുഫൈൽ ഇബ്നു അംർ അദ്-ദൗസി അദ്ദേഹത്തിന്റെ ദഅവത്തിലൂടെയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, ഞാൻ ഈ ഒരു സംഭവം പറയാനുള്ള കാരണം, ഇവിടെ കേൾക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അദ്ദേഹം കേൾക്കുന്നതിൽ നിന്ന് അഡ്വാൻസ് ആയിട്ട് തടയാണ്. അദ്ദേഹത്തിന്റെ ചെവിയിൽ പഞ്ഞി വെക്കാനെല്ലാം നിർദ്ദേശിക്കുകയാണ്. അപ്പൊ ഈ രൂപത്തിൽ, അതായത് കേൾക്കുന്നതിനെ അഡ്വാൻസ് ആയിട്ട് തടയുക, ആ തെറ്റിദ്ധാരണയിൽ അകപ്പെടാതെ അത് കേൾക്കാൻ സന്നദ്ധമായ ആളുകളെ ഉടനെ തന്നെ ഇസ്ലാമിലേക്ക് വരികയും ചെയ്യാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നേരത്തെ തുടക്കത്തിൽ ഈ ഒരു ഭാഗത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഖുർആൻ ഓതുന്ന സന്ദർഭത്തിൽ അവര് പരസ്യമായിട്ട് ശബ്ദമുണ്ടാക്കിയെല്ലാം അതെല്ലാം തടസ്സപ്പെടുത്തിയത് ആളുകൾ അതിലേക്ക്, അതായത് ആ സത്യം ആളുകളുടെ ചെവിയിലേക്ക് എത്തുന്നതിന് അവർ ഭയപ്പെട്ടു. കാരണം എത്തിക്കഴിഞ്ഞാൽ അവർ സ്വീകരിക്കും എന്നുള്ള. അതേപോലെ തന്നെ ഇപ്പൊ സീറത്ത് ഇബ്നു ഹിശാമിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് സമാനമായിട്ടുള്ള സംഭവം. ഖുറൈശികൾക്കിടയിൽ തന്നെ മറ്റൊരു ശൈത്വാനായിട്ടുള്ള നളർ ഇബ്നു ഹാരിസ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി, നളർ ഇബ്നു ഹാരിസ്, അദ്ദേഹത്തിന്റെ പണി എന്താന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം നടത്തുന്ന സ്ഥലത്തെല്ലാം റസൂലുള്ളാഹി ഏതെങ്കിലും ഒരു സന്ദേശം അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യാൻ ഒരു സ്ഥലത്തെത്തിയാൽ ഉടനെ തന്നെ അദ്ദേഹം പിറകിൽ വരും. എന്നിട്ട് ഉടനെ തന്നെ റസൂലുള്ളാഹി പറയുന്നതിന്റെ കൂടെ തന്നെ അദ്ദേഹം ഹദീസു, അതായത് അദ്ദേഹം പേർഷ്യൻ അതേപോലെ തന്നെ റോമൻ കഥകളെല്ലാം അവിടെ വിളിച്ചു പറയുന്നുള്ള മനോഹരമായിട്ട് അദ്ദേഹത്തിന് കഥ പറയാനുള്ള വലിയൊരു കഴിവുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം റസൂലുള്ളാഹി പറഞ്ഞ സ്ഥലത്തെല്ലാം പോയിട്ട് ആളുകളെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടി അതിമനോഹരമായിട്ടുള്ള പേർഷ്യൻ പുരാണങ്ങളും പേർഷ്യൻ കഥകളെല്ലാം പറഞ്ഞ് ആളുകളെ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ള. എന്നിട്ട് അദ്ദേഹം ആളുകളോടൊക്കെ ചോദിക്കും, മുഹമ്മദ് പറയുന്നതിനേക്കാൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല കഥകളാണ് ഞാൻ പറയുന്നത് പോലെയുള്ള കഥകൾ എന്നെ അല്ലേ മുഹമ്മദും പറയുന്നത്, അതുകൊണ്ട് എന്റെ കഥകൾ നിങ്ങൾ കേൾക്കുക. നഊദു ബില്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ അദ്ദേഹം ആളുകളോട് റസൂലുള്ളാഹിന്റെ പിറകെ നടന്ന് അദ്ദേഹം കഥ പറയുമായിരുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും ആ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സൂറത്തുൽ ഫുർഖാന്റെ 5-ാമത്തെ വചനം, അതേപോലെ തന്നെ സൂറത്തുൽ ഖലമിന്റെ 15-ാമത്തെ വചനത്തിലെല്ലാം ഇദാ തുത്ല അലൈഹി ആയാതുന ഖാല അസാതീറുൽ അവ്വലീൻ, അവർക്ക് ഈ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥങ്ങൾ ഓതി കേൾപ്പിച്ചാൽ അവർ പറയും ഖാല അസാതീറുൽ അവ്വലീൻ, അത് പൂർവികരുടെ കെട്ടുകഥകൾ മാത്രമാണെന്ന് അവർ പറയും. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരോക്ഷമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന നളർ ഇബ്നു ഹാരിസ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നതാണ് അവരോട്, മുഹമ്മദ് പറയുന്നത് ഞാൻ പറയുന്നത് എല്ലാം കഥയാണ്. ആ രൂപത്തിൽ അദ്ദേഹം അവരെ തെറ്റിദ്ധരിപ്പിക്കുമായിരുന്നു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ 17 സ്ഥലത്ത്, മനസ്സിലാക്കിയിരിക്കുക, 17ഓളം സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ കാര്യം അസാതീറുൽ അവ്വലീൻ എന്നുള്ള പദം വെച്ച് ആ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പൊ ഇവിടെയെല്ലാം ഞാൻ ഈ രൂപത്തിൽ ഇതെല്ലാം ഓരോന്നായിട്ട് ഞാൻ പറയാനുള്ള കാരണം, ഈ രൂപത്തിൽ റസൂലുള്ളാഹിക്ക് മീതെ കളവ് പറഞ്ഞതും അതേപോലെ തന്നെ പരിഹാസങ്ങൾ ചൊരിഞ്ഞതും അതേപോലെ പരിശുദ്ധ ഖുർആനെ ഇതേ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിച്ചതെല്ലാം അഡ്വാൻസ് ആയിട്ട് തെറ്റിദ്ധാരണകൾ പടർത്തിയിട്ട് ആളുകളെ സത്യത്തിൽ നിന്ന് അകറ്റുക, അതായിരുന്നു ഖുറൈശികളുടെ ലക്ഷ്യം. അതായത് മുഹമ്മദിന്റെ സന്ദേശങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരിക്കലും അവർ കേട്ടുപോകരുത്. കേട്ടുകഴിഞ്ഞാൽ അവർ വീണുപോകും. അതാണ് നേരത്തെ ആ തുഫൈലിന്റെ കഥ നമ്മൾ മനസ്സിലായത്. അദ്ദേഹം ആ ചെവിയിൽ നിന്നും പഞ്ഞെടുത്ത് കേട്ട ഉടനെ തന്നെ അദ്ദേഹം സത്യം സ്വീകരിക്കാൻ കേൾക്കാൻ പാടില്ല, കേൾക്കുന്നതിൽ നിന്ന് തടയുക. ഇല്ലാത്ത ആരോപണങ്ങളും തെറ്റിദ്ധാരണകളും അതേപോലെ തന്നെ നിരവധി പരിഹാസ വാക്കുകളെല്ലാം പറഞ്ഞ് ജനങ്ങളെ സത്യത്തിലേക്ക് അടുക്കുന്നതിൽ നിന്നും തടയുക എന്നുള്ള. അടുത്തു കഴിഞ്ഞാൽ അപകടമാണ്. ഇപ്പൊ ഇതുപോലെ വെച്ചാൽ ഒരു ഉദാഹരണം, ഇപ്പോൾ നമ്മൾ അത്യധികം മധുരമുള്ള ഒരു തേനിന്റെ കുപ്പിയുടെ മീതെ അത് ഏറ്റവും കയ്പുള്ള ദ്രാവകമാണെന്ന് എഴുതി ഒട്ടിക്കുക, ആളുകൾ അതിലെ അടുത്തിലേക്ക് പോകാതിരിക്കാൻ. പക്ഷെ അത് ആണോ എന്ന് ആരെങ്കിലും പരിശോധിക്കാൻ വേണ്ടി അത് തുറന്ന് രുചിച്ചു കഴിഞ്ഞാൽ പിന്നീട് അയാൾ അത് വിടില്ല. ആ രൂപത്തിലായിരുന്നു അവർ ചെയ്തത്. ഞാനിത് പ്രത്യേകമായിട്ട് ഇത് വീണ്ടും പറയാനുള്ള കാരണം, ഇക്കാലഘട്ടത്തിൽ 14 നൂറ്റാണ്ടുകൾക്ക് ശേഷവും യഥാർത്ഥത്തിൽ ഇന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ ശത്രുക്കള് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതേ തന്ത്രമാണ്. അതേ തന്ത്രത്തിന്റെ മറ്റൊരു വശമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം ആളുകൾക്ക് സത്യസന്ധമായിട്ടുള്ള പരിശുദ്ധ ഖുർആന്റെ ആദർശം, റസൂലുള്ളാഹിന്റെ ജീവിതം ആളുകൾ കേൾക്കരുത്. ആ കേൾക്കുന്നതിൽ നിന്നും
അല്ലെങ്കിൽ ആ കേൾക്കുന്നത് തടയാൻ വേണ്ടി അഡ്വാൻസ് ആയിട്ട് ഇസ്ലാമിനെ കുറിച്ച് ഇല്ലാത്ത ആരോപണങ്ങൾ മീഡിയകളിലൂടെ എല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഭാഗമാണ് നമുക്കറിയാം ഇസ്ലാം ടെററിസമാണ്, ഇസ്ലാം ഭീകരവാദമാണെന്ന്. അതേപോലെ തന്നെ ഇസ്ലാം നിരവധി നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ലവ് ജിഹാദ് പോലെയുള്ള മിത്തുകൾ, അതേ രൂപത്തിലുള്ള മിത്തുകൾ പ്രചരിപ്പിച്ച് ആളുകളെ അതിലേക്ക് അടുക്കുന്നത് തടയുക. കാരണം ആളുകൾ അത് രുചിച്ചു നോക്കിയാൽ തീർച്ചയായിട്ടും അവരത് സ്വീകരിക്കും, അത് അവർ പിടിവിടില്ല എന്നുള്ള. സുബ്ഹാനല്ലാഹ്. ഞാൻ നേരത്തെ ഒന്നാമത്തെ ഭാഗത്ത് സാന്ദർഭികമായിട്ട് ഓർമ്മയിൽ വരെ ഒന്നാമത്തെ ഭാഗത്ത് ഞാൻ പറഞ്ഞ ആ വാരൻ ഡെറൂൺ അദ്ദേഹത്തിന്റെ ചരിത്രമല്ല നിങ്ങൾ ഓർക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ വളരെ റസൂലുള്ളാഹിനെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഫിത്ന എന്നുള്ള ഒരു ചലച്ചിത്രം അദ്ദേഹം പുറത്തിറക്കി. പക്ഷേ പിന്നീട് അദ്ദേഹം സത്യസന്ധമായിട്ട് റസൂലുള്ളാഹിനെ രുചിച്ച സന്ദർഭത്തിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് ഇന്ന് ഏറ്റവും വലിയൊരു ഇസ്ലാമിക പ്രബോധകനായിട്ട് ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് സത്യം. കാരണം സത്യം രുചിച്ചു കഴിഞ്ഞാൽ അത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സമർത്ഥരായിട്ട് അവര് തെറ്റിദ്ധാരണകൾ പടർത്തിക്കൊണ്ട് ആളുകൾ ഇസ്ലാമിൽ നിന്ന് അകറ്റാണ്. അക്കാലഘട്ടത്ത് അവർ പേർഷ്യൻ പുരാണവും മറ്റും പറഞ്ഞാണ് ആളുകൾ ആട്ടി അകറ്റിയതെങ്കിൽ ഇന്ന് ഇസ്ലാമിൽ നിന്ന് ആളുകളെ അകറ്റാൻ വേണ്ടി അവർ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് മീഡിയയാണ്. അതായത് ഒരേ കാര്യമാണ് ചെയ്യുന്നത്, പക്ഷേ അതിന്റെ രീതികൾ മാത്രമേ വ്യത്യാസപ്പെടുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്. പക്ഷേ എത്ര തന്ത്രങ്ങൾ പയറ്റിയാലും നമുക്കറിയാം ഖുറൈശികൾ അതേ രൂപത്തിൽ അവർ പഠിച്ച പണി 18 അവിടെ പയറ്റിയിട്ടും അതൊന്നും വിജയിക്കാതെ അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ വിജയം കൈവരിക്കുന്നതായിട്ടാണ് അതിന്റെ ക്ലൈമാക്സ് നമ്മൾ കാണുന്നത്. അതുതന്നെയാണ് ഈ ഒരു ലോകത്തും സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ ഇസ്ലാമിന്റെ പ്രകാശത്തെ, റസൂലുള്ളാഹിന്റെ വെളിച്ചത്തെ ഊതിക്കെടുത്താൻ വേണ്ടി നിരന്തരം ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് അബൂജഹലിന്റെയും അബൂലഹബിന്റെയും പിൻഗാമികൾ അവരെത്ര തന്നെ ശ്രമിച്ചാലും അക്കാലഘട്ടത്ത് അബൂജഹലിനും അബൂലഹബിനും എന്താണോ സംഭവിച്ചത് അതേ പര്യവസാനമായിരിക്കും ഇക്കാലഘട്ടത്തിലുള്ള അവർക്കും വന്നു ചേരാനുള്ളത്. നേരത്തെ പറഞ്ഞ അതേ ആയത്തിൽ യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, അള്ളാഹുവിന്റെ പ്രകാശത്തെ അവര് ഊതിക്കെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ കാഫിറൂൻ, കാഫിരിങ്ങൾ എത്ര തന്നെ അതിനെ വെറുത്താലും അള്ളാഹുവിന്റെ പ്രകാശം പൂർത്തീകരിക്കുന്നതിനെ. നമുക്കറിയാം ഇത്രയേറെ തെറ്റിദ്ധാരണകൾ നടത്തിയിട്ടും മുസ്ലിങ്ങളുടെ കയ്യിൽ അവർക്ക് അതേ രൂപത്തിലുള്ള ഒരു മീഡിയ കപ്പാസിറ്റി ഒന്നും ഇല്ല. ഇത്രയേറെ തെറ്റിദ്ധാരണ നടത്തിയിട്ട് ലോകത്ത് ഏറ്റവും ഏറ്റവും വളർച്ചയുള്ള മതമായിട്ട് ഇസ്ലാം വളരുകയാണ്. കാരണം അള്ളാഹിന്റെ ആ പ്രകാശം അതിജയിക്കും. അപ്പൊ അതായിരുന്നു ശത്രുക്കൾ പയറ്റിയ 4ാമത്തെ തന്ത്രം. അവിടെ അവസാനിക്കുന്നില്ല, വീണ്ടും നിരവധി തന്ത്രങ്ങൾ അവർ പയറ്റുന്നുണ്ട്. അതെല്ലാം ഇൻഷാ അല്ലാഹ് ഇതിന്റെ തുടർച്ചയായിട്ട് അടുത്ത ഭാഗം നിരവധി 10ലധികം രൂപത്തിലുള്ള മാർഗങ്ങൾ അവർ സ്വീകരിച്ചിരുന്നു. ആ മാർഗങ്ങൾ ഇനിയും തുടരുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് അതിനെ വിശദമായിട്ട് നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാതയിൽ അടിയുറച്ച് നിൽക്കാൻ, മരണം വരെ ആ പരിശുദ്ധ ഖുർആനെ മുറുകെ പിടിക്കാനും ആ മാർഗത്തിൽ ജീവിച്ച് ആ മാർഗത്തിൽ മരണപ്പെട്ട് നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുയായികളുടെയും കൂടെ ഒരുമിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.